ഇദാ ജാ മലികും മിനൽ ഹിന്ദി ഇലാ റസൂലില്ലാഹ് വമാഹു ശൈഉം മിനസ് സൻജബീൽ. ഇന്ത്യ ചാക്കി കെട്ടിയിട്ട് ഹബീബായ നബിയെ കാണാൻ വേണ്ടി ഒരു ഇന്ത്യൻ രാജാവ് വന്നു. ഏതാ രാജാവ്? ചേരമാൻ പെരുമാൾ. ഉറക്കപ്പറ, ചേരമാൻ പെരുമാൾ റഹ്മഹുല്ലാഹ്. അള്ളാഹു ആ വലിയ മനുഷ്യനോടുകൂടെ ഫിർദൗസിൽ കൂടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചെറിയ സംഗതിയാണോ? നായാട്ടിന് പോയപ്പോൾ ചന്ദ്രൻ പിളർന്നു നിൽക്കുന്നത് കണ്ടു. നായാട്ട് നിർത്തി ജ്യോതിഷികളോട് അന്വേഷിച്ചു. ബഹുമാനപ്പെട്ടവർ തന്നെ ജ്യോതിഷിയായിരുന്നു. അവർക്ക് മനസ്സിലായില്ല. പിന്നെ പത്തേമാരിക്കാർ അറബികൾ വന്നപ്പോൾ കാര്യം പറഞ്ഞു. അപ്പോൾ പുണ്യനബിയെ കാണാൻ വേണ്ടി മനസ്സ് തുടികൊട്ടി. വീട്ടിൽ വാതിലടച്ച് 10 ദിവസം ഇരുന്നു. വാതിൽ അടച്ചു തുടങ്ങിയ ദിവസം അർത്ഥമായും പുറത്തു വന്ന് മലബാറിലെ നിന്ന് ചാർച്ചക്കാർക്ക് ധീരെഴുതി കൊടുത്തിട്ട് പുറത്ത് പോയ അറബിക്കടലിലേക്ക് പോയ ദിവസം ഓണമായും ആഘോഷിക്കുന്നു. ഇടയിൽ 10 ദിവസമാണ്. അത്തം 10 തിരുവോണം. ഇതൊരു പ്രമാണാണ്. കണ്ണൂരിനെ പഠിപ്പിക്കണ്ട. ഇതൊരു പ്രമാണ. ഇതും ഒരു പ്രമാണ. അങ്ങനെ ഒരു പ്രമാണ. അങ്ങനെയാണ്. ഏതായാലും ഇതൊന്നുകൂടെ വലിയ പ്രമാണമാണ്. കാരണം ഓണം ഉദ്ഘാടനം ചെയ്തത് പരശുരാമനാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ല പ്രമാണമാണത്. എന്തുകൊണ്ട്? പരശുരാമൻ മരുവഴിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായിരുന്ന. അപ്പുറത്ത് വേറെ പറയുന്നുണ്ടല്ലോ. അവർ രണ്ടും കൂടി കൂട്ടി യോജിക്കൂല. ഒന്നും കൂടി നല്ല പ്രമാണം ഇതാണെന്ന് തോന്നിപ്പോകുന്നുണ്ട്. വളരെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു സ്നേഹത്തിന്റെ പട്ടുനൂല് പരസ്പരം പൊട്ടിപ്പോകാൻ പാടില്ലാത്തതാണ്. അതിനുവേണ്ടി എല്ലാവരും അധ്വാനിക്കണം. അതിനുവേണ്ടി എല്ലാവരും രംഗത്തിറങ്ങുകയും വേണം. ഐക്യം ഏറ്റവും സഹിഷ്ണുത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഈ തിരുരങ്ങാടി പള്ളിയിൽ ആര് മുസ്ലിയാർ കൊണ്ടുവന്നു? ആരെയാ? കോഴിപ്പുറത്ത് മാധവമേനോനെ കൊണ്ടുവന്നു. പള്ളിയുടെ മെഹ്റാബിൽ കയറ്റി. നിങ്ങൾ ഇവിടെ ഇല്ല. ചരിത്രം ഞാൻ കാണിച്ചു തരാം. ചരിത്രം ഞാൻ കാണിച്ചാൽ വെറുതെ പറയല്ല. കോഴിപ്പുറത്ത് മാധവമേനോനെ തിരുരങ്ങാടി പള്ളിയുടെ മെഹ്റാബിൽ കയറ്റി. ആര്? വലിയുല്ലാഹി അലി മുസ്ലിയാർ കൈകോർത്ത് നിന്നു. തിരുരങ്ങാടി പള്ളിയിൽ പ്രസംഗിച്ചു. ആര്? കോഴിപ്പുറത്ത് മാധവമേനോൻ അലി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ. അതാണ് ബ്രിട്ടീഷുകാർക്ക് ചൊടിച്ചത്. കാരണം ഹിന്ദുവും മുസ്ലിമും ഒന്നായി ഇനി പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ടാണ് തിരുരങ്ങാടി പള്ളിക്ക് വെടിവെച്ചത്. വേറെ പള്ളിക്ക് വെടിവെച്ചില്ല. വെടിവെച്ചത് തിരുരങ്ങാടി പള്ളിക്കാ. തിരുരങ്ങാടി പള്ളിയിൽ വെച്ച പ്രമാണത്തെയും ആ ചരിത്രത്തെയും അവർ ഭയപ്പെട്ടു. കാരണം ഹിന്ദുവും മുസ്ലിമും ഒന്നായി. കോഴിപ്പുറത്ത് മാധവമേനോനെ നിങ്ങളുടെ ഈ തിരുരങ്ങാടി പള്ളിയിൽ പ്രസംഗിച്ചിരിക്കുന്നു. ഈ സ്നേഹബന്ധം എത്ര വലുതാ! അതുകൊണ്ട് ഇന്ന് വന്നിട്ടുള്ള ഏതെങ്കിലും അവിവേകികൾ കാട്ടിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ആ കോപ്രായങ്ങൾക്ക് വഴിപ്പെട്ടു പോകരുത്. പത്രക്കാർ അതിന്റെ പേരിൽ സമുദായത്തെ ആക്ഷേപിക്കരുത്. അത് സമുദായത്തിന്റെ രീതിയല്ല. അത് സമുദായത്തിന്റെ പ്രമാണവുമല്ല. അതിന്റെ രീതിയല്ല. കേരളത്തിൽ അള്ളാന്റെ തൗഫീഖോടുകൂടെ 1 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വിനീതനുണ്ട്. ആ കുട്ടികളിൽ ഒരാൾ പോലും ടെററിസ്റ്റ് ആവില്ല. ഞാൻ പത്രക്കാരോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നിങ്ങൾ ഖുർആനിക യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിവിടെ ടെററിസം ഉണ്ടാക്കൂലേ? എന്നോട് മലപ്പുറത്ത് വെച്ച് പത്രക്കാർ ചോദിച്ചു. ഞാൻ പത്രക്കാരോട് പറഞ്ഞു, ഞാൻ ഖുർആൻ പറയുന്നത് ഈ ടെററിസ്റ്റ് അല്ലാതാകാൻ വേണ്ടിയാണ്. എനിക്ക് കേരളത്തിലുള്ള എൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ ടെററിസ്റ്റ് ആവുന്ന പ്രശ്നം ഇല്ല. ഈ 10 കൊല്ലം എൻ്റെ നാവ് തേഞ്ഞത് പരസ്പരം ഐക്യപ്പെടണമെന്നും ഈ ഒരു സഹിഷ്ണുതയും സ്നേഹവും ബന്ധവും ഇവിടെ നിലനിൽക്കണമെന്നും പറഞ്ഞിട്ടാണ്. അത് വെറുതെ പറയല്ല. എനിക്കിത് പഠിപ്പിച്ചത് ഈ മനുഷ്യനാണ്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു മർഹമത്ത് കൊടുക്കട്ടെ. ഇത് ഇനി പറയണ്ടേ? നിങ്ങൾ പറയും ഇത് പറയണ്ടേ? ഇത് പറയണ്ടേ? ഇതല്ലേ മനുഷ്യ നിന്റെ, ഇതല്ലേ ലോക സമുദായത്തിന്റെ മുന്നിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ മഹത്വത്തിന്റെ കാരണം. അവനവന്റെ ഐഡന്റിറ്റി സൂക്ഷിച്ചുകൊണ്ട് തന്നെ അന്യ സമുദായക്കാരെ പ്രകോപിപ്പിക്കാതെ മുന്നോട്ട് പോവുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഐക്യത്തിന് വേണ്ടിയും ഈ പരസ്പരമുള്ള ബന്ധത്തിന്റെ യശസ്സിന് വേണ്ടിയും ശ്രമിക്കണം. അതിനുവേണ്ടി അധ്വാനിക്കുകയും വേണം. അവരവരുടെ ദീനിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാ. ഐക്യത്തിന് വേണ്ടി ദീനെ തകർത്ത് കളയേണ്ടതില്ല.
ഐക്യത്തിന് വേണ്ടിയല്ല ദീനെ തകർത്തത്. ദീനെ തകർത്തത് സുഖലോലുമാർക്ക് വേണ്ടിയാ. ഐക്യം കൊണ്ടുവന്നത് ബാഫഖ് തങ്ങൾ ഏറ്റവും മഹാനായ ദീനിന്റെ ആളായിരുന്നു. സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ റഹ്മഹുല്ലാഹ് വർക്കപ്പറ. സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ ഈ സഹിഷ്ണുത കൊണ്ടുവരുമ്പോൾ ദീന തകരെന്ന് വിചാരിക്കരുത്. ഏറ്റവും ദീന ഉയർത്തിപ്പിടിച്ച മനുഷ്യനാണ് ഈ സഹിഷ്ണുത കൊണ്ടുവന്നത്. അപ്പോൾ ഈ സഹിഷ്ണുത കൊണ്ട് ദീന തകരൂല്ല. ബഹുമാനപ്പെട്ട ഏറ്റവും വലിയ ദീനിന്റെ കടവായിരുന്നു. ദീനിനെ തകർത്തത് ഐക്യത്തിന്റെ ആളുകളല്ല, സുഖലോലുപതയുടെ ആളുകളാണ്. അവരെന്ത് ചെയ്തു? അവരെ അവരെ ചെരുപ്പിന് ചെരുപ്പൊപ്പിക്കും പോലെ പടിഞ്ഞാറുകാരോട് പിൻപറ്റാൻ ശ്രമിച്ചു. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇവിടെ ഈ പറയുന്നതിനൊന്നും നമ്മൾ വഴിപ്പെടരുത്. നമ്മൾ ഒരു തിന്മക്കും പോകരുത്. നമ്മൾ ഈ രാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ഇവിടുത്തെ നിയമം അനുസരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. പടച്ചോ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വിജയിക്കും. എന്നും ഇരുട്ടാവൂല, നേരം വെളുക്കും. ഇവിടെയൊക്കെ നല്ല മനുഷ്യന്മാരുണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും അങ്ങനെ. അത് യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല ആ കാര്യത്തിന്. അങ്ങനെ യാതൊരു സംശയമില്ല. ആ എന്നൊരു നന്മ ഇവിടെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ഒരാള് മെസ്സേജ് അയച്ചു, ഒരു മോശപ്പെട്ട മെസ്സേജ് അയച്ചു. കഴിഞ്ഞ കൊല്ലം എന്നെക്കുറിച്ചൊരു മോശപ്പെട്ട മെസ്സേജ് അയച്ചു. അപ്പോൾ ചില ആളുകളൊക്കെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ മെസ്സേജ് കേരളത്തിൽ അങ്ങോട്ട് പരന്നു. പെട്ടെന്ന് ഞാൻ മെസ്സേജ് ആവർത്തിക്കണില്ല. അപ്പോൾ പലർക്കും പേടിയായി. തിരൂരിൽ നിന്ന് വിളിച്ചു, തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു, കാസിമിക്ക് എന്തോ സംഭവിച്ചു പോയിരിക്കുന്നു, എന്തോ വണ്ടി മുട്ടിയിരിക്കുന്നു, എന്തോ പറ്റിപ്പോയിരിക്കുന്നു എന്ന് ബേജാറായി. ഞാൻ പേരാമ്പ്രയിൽ പ്രസംഗിക്കുകയാണ്. അപ്പോൾ മൊബൈൽ എടുത്ത ആൾ അങ്ങനെ തന്നെ പ്രസംഗം കൊണ്ടുപോയിട്ട് സംശയമുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. ഞാൻ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ നാട്ടിലും ഈ വാർത്ത പരന്നിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു അമ്മു എന്ന ഒരു പാവം ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട്. ആ വൃദ്ധ വന്നിട്ട് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റിയെന്ന് കേട്ടു, അന്ന് മുതൽ അപ്പം മുതൽ ഉറക്കം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഈ സ്നേഹത്തിന് നമുക്ക് എവിടെ നിന്നാ വിട്ട? ഈ സ്നേഹത്തിൻ്റെ വില എത്രയാണ്? നിങ്ങളിവിടെ ഉണ്ടാ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടാ? നിങ്ങൾ ഈ സ്നേഹത്തിൻ്റെ അർത്ഥം എന്ന് പറയും. നിൻ്റെ കുട്ടികളും നിൻ്റെ കുട്ടിക്കാലത്ത് നിൻ്റെ ഉമ്മാനെ കെട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഒരു പാവപ്പെട്ട ഒരു തട്ടാമാരെ കൂട്ടത്തിലെ ഒരു സ്ത്രീയാണ്, പരിസരത്തുള്ളതാണ്. അവ വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റിയെന്ന് കേട്ടു, അപ്പം ഉറക്കം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അമ്മു എന്ന് പറഞ്ഞാൽ ഒരു അമ്മു എന്ന് പറയുന്ന എൻ്റെ കുട്ടികളതിനെ അമ്മ എന്നാ വിളിക്കൽ. നിങ്ങൾ ഈ ഒരു സ്നേഹബന്ധത്തിൻ്റെ അർത്ഥം എത്രയാണ്? ഈ സ്നേഹം ഇവിടെ നിലനിൽക്കണ്ടേ മനുഷ്യന്മാരെ? നിങ്ങൾ പറയൂ, വേണ്ടേ? ഒന്ന് പറഞ്ഞേക്ക് മനുഷ്യന്മാരെ, ഇതിവിടെ നിലനിൽക്കണ്ടേ? അതിനെന്ത് ചെയ്യണമെന്നറിയോ? മൈക്കേ കൂടി തോന്നിയാസം പറയുന്നത് അവസാനിപ്പിക്കണം. എന്നിട്ട് ഇവിടെ ഒരു നേതൃത്വം ഉണ്ട്. അതിനനുസരിച്ച് സഹിഷ്ണുതയിലും ഒരു നന്മയുടെ ബന്ധാവിലും മുന്നോട്ട് പോകണം. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് സ്നേഹിക്കും. പുണ്യനബിയുടെ ഏറ്റവും വലിയ മാറ്റം, പുണ്യനബി ബോംബുണ്ടാക്കിയതല്ല. പുണ്യനബി പുണ്യനബി സൽസ്വഭാവിയ. ولم يدانوه في علم ولا كرام مولاي صلي وسلم أبدا على حبيبك خير الخلق كلهم. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഇതിനെ ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഹദീസും കൂടി പറഞ്ഞു തരട്ടെ. ഒന്ന് പറഞ്ഞു തരട്ടെ. പുണ്യനബി പറഞ്ഞു, അസ്ഖലു മാ ഫിൽ മീസാനി അൽ ഖുലുഖുൽ ഹസനു ഖാല റസൂലുള്ളാഹി. തുലാസിൽ ഏറ്റവും കനം തൂങ്ങുക സ്വഭാവമാണ്. ഇതാണ് ടെററിസമല്ല, ഭീകരവാദമല്ല. തുലാസിൽ ഏറ്റവും കനം കൂട്ടുന്ന കാര്യം സൽസ്വഭാവ. അള്ളാഹു ആ സൽസ്വഭാവികളിൽ നമ്മളെ പെടുത്തട്ടെ. അതാണ് നമ്മളെ ദീനിന്റെ വളർച്ച. ഇതാണ് ദീനിന്റെ വളർച്ച. ബഹുമാനപ്പെട്ട സമസ്തയുടെ അനവധി കാലത്തെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹ്, ബഹുമാനപ്പെട്ട ഒരു വഫാത്തായ ദിവസം ടി മുഹമ്മദ് ബഷീർ എന്നോട് പറഞ്ഞു, ടി മുഹമ്മദ് ബഷീർ എന്നോട് പറഞ്ഞു,
ഞാൻ വെറുതെ പറയുകയല്ല. ഈ ടി മുഹമ്മദ് ബഷീർ എന്നോട് പറഞ്ഞു, വാഴക്കാട് പരിസരത്ത് എടവണ്ണപ്പാറ പരിസരത്തുള്ള അനവധി ഹിന്ദുക്കൾ അന്ന് തൊഴിലിന് പോയില്ല. ബാപ്പ മരിച്ച, അച്ഛൻ മരിച്ച പ്രതീതി അവർക്കുണ്ടായി. ഇത് 1000 കൊല്ലം മുമ്പുള്ള കഥയല്ല, ഇന്നലെ എന്ന് പറയുമ്പോഴുള്ള കഥയാ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതൊക്കെ സത്യല്ലേ? ഇതൊക്കെ ഈ മഹാന്മാർക്കൊക്കെ അറിയണല്ലേ? ഈ മഹാന്മാരുടെ കയ്യിലൊക്കെ മനസ്സിലാവണില്ലേ? ഒന്ന് പറ, മനസ്സിലായില്ലേ? ആരെ നിങ്ങൾ ചിന്തിക്കണം. എന്തിന് ഈ സമുദായത്തോടുള്ള ഒരു ബഹുമാനം? ഞാൻ എപ്പോഴും ആലോചിച്ചു, എന്തിനാണാവോ കണ്യത്ത് ഉസ്താദ് മരിച്ചിട്ട് അങ്ങനെ ചെയ്തത്? കാരണം ഏതെങ്കിലും ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിനൊന്നും കണ്യത്ത് ഉസ്താദ് പങ്കെടുത്തിട്ട് തന്നെ ഉണ്ടാവില്ല എന്നല്ല, ഇല്ല, ഒന്നുമില്ല, അതൊന്നും ഉണ്ടാവില്ല. കളാപ്പറ്റ പറയണോ, അതുണ്ടാവില്ല. ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിനൊന്നും പക്ഷേ മതസൗഹാർദ്ദ സമ്മേളനം ഉണ്ടാക്കിയിട്ട് കാപ്പട്യം കാട്ടിക്കണം സ്വഭാവത്തെക്കാൾ മതസൗഹാർദ്ദം ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് തമാശ പറയല്ല, സത്യല്ലേ? നാട്ടുകാരൻ പറഞ്ഞ എന്നോട്. ആ പരിസരത്തെ ആളുകൾ അന്ന് തൊഴിലിന് പോയില്ല. കുടുംബത്തിൽ അച്ഛൻ മരിച്ച പ്രതീതിയായി. വളരെ ചിന്തിക്കണം. കണ്ടവരില്ലേ, റോഡിന്റെ 2 ഭാഗത്തും ബക്കറ്റിലും വലിയ വലിയ പാത്രങ്ങളിലും വെള്ളം നിറച്ചിട്ട് അതിൽ ചെറുനാരങ്ങ നീരൊഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് മയ്യത്ത് കാണാൻ നിൽക്കുന്ന ആളുകൾക്ക് വെള്ളം കൊടുത്തു. ആര് കുറി അണിഞ്ഞിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ. ഇത് ചരിത്രല്ലേ? സത്യല്ലേ? ഇത് വസ്തുവല്ലേ? നിങ്ങൾ പറയൂ, ഇത് സത്യല്ലേ? പഠിച്ചോ നമുക്ക് ബോധം തരട്ടെ. എനിക്ക് ഇതൊക്കെ ഇവിടെ ഇല്ലാതെയാക്കണോ? അതുകൊണ്ട് ആർക്കെങ്കിലും പിന്നാലെ പോകരുത്. പത്രക്കാർ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. പത്രക്കാരുടെ പണി പ്രശ്നങ്ങളെ നീട്ടി നാശാക്കുകയല്ല. നാട്ടിൽ ചാനലുകൾ അധികരിക്കുന്നത് തന്നെ പേടിയാണോ എന്ന് തോന്നുക. എന്തുകൊണ്ടെന്നറിയോ? എല്ലാവർക്കും ചൂടുള്ള വാർത്ത കിട്ടണം. അതിനുവേണ്ടി പരമാവധി എന്തെങ്കിലുമൊക്കെ ചെയ്യും. പരമാവധി സമുദായങ്ങൾ തമ്മിൽ അകച്ചുണ്ടാക്കി അതൊരു വാർത്തയാണ്. അങ്ങനെ എന്തോ ഒരു വാർത്തയാണ്. 10ാം നമ്പറുകാരി പെണ്ണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരും, ഇപ്പോൾ പോകും, ഇപ്പോൾ ഇറങ്ങി വരും. എന്തോ ഒരു പ്രശ്നം പോലെ അങ്ങോട്ട് പൊക്കി. ഇതേതോ മക്കത്തുനിന്ന് വന്ന പെണ്ണാണെന്നാ വിചാരം. ഇവരെ കാണിച്ചു കൂട്ടലൊക്കെ കണ്ടതൊക്കെ പിന്നിൽ പത്രക്കാരാ. കാണിക്കൽ കണ്ടപ്പോൾ തോന്നി 1ന്റെ മുമ്പാണോ 10 അങ്ങനെയും തോന്നിപ്പോയി. അല്ല, 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 6ഉം 7ഉം 8ഉം 9ഉം ചർച്ചയാകാതെ എന്താ ഒരു 10ന്റെ ചർച്ച? ഇതും ചിന്തിക്കേണ്ടതല്ലേ? അപ്പോൾ പത്രക്കാര് കരുതി കൂട്ടിട്ട് ചില കളികൾ കളിക്കുകയാ. പർദ്ദയിട്ട പെണ്ണിനെ കരുതിയിട്ട് ആരെങ്കിലും അത് ദീനിന്റെ ഷിയാറാണെന്നും ഈ ആളുകൾ പർദ്ദ പൊളിക്കുന്നതും കേരളത്തിലെ ജനങ്ങൾ കണ്ടതാ, അതുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ചിന്തിക്കണം. ഈ ഒരു സ്നേഹത്തിന്റെ ബന്ധം സമുദായങ്ങൾക്കിടയിൽ ഇല്ലാതെയാവാൻ പാടില്ല. പേന പിടിച്ചവർ സമുദായത്തെ അകറ്റുകയല്ല വേണ്ടത്. പത്രക്കാരുടെ ഉത്തരവാദിത്തം പരസ്പരമുള്ള സൗഹൃദം അടുപ്പിക്കുകയാ. കാരണം പേന അള്ളാഹു നൽകിയ കഴിവാണ്. ഇത് പടച്ച തമ്പുരാൻ എനിക്ക് നൽകിയ വാക്കിന്റെ കഴിവാണ്. ആ വാക്കിന്റെ കഴിവ് കൊണ്ട് നാം വേണ്ടത് പരസ്പരം ബന്ധിപ്പിക്കുകയാണ്. അതാണ് ഈ മനുഷ്യൻ ചെയ്തത്. മലപ്പുറത്തെ പൊതുദർശനത്തിന് വെച്ചു. ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ആളുകൾ മലപ്പുറത്ത് നമസ്കരിച്ചു. മയ്യത്തെടുക്കുന്ന നേരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പൊട്ടിക്കരഞ്ഞു, റോഡിലിരുന്നു. കണ്ട എത്ര ആളുകളുണ്ട് ഇന്ന്? നിങ്ങൾ ചിന്തിക്കണം. കേരളീയ ഹൈന്ദവ സമൂഹത്തിലെ അതിപ്രധാനപ്പെട്ട ഒരാളല്ലേ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി? ഈ മനുഷ്യന്റെ മയ്യത്തെടുത്ത നേരത്ത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി കരഞ്ഞിട്ട് റോട്ടിൽ ഇരുന്നു പോയി. ഇത് 1000 കൊല്ലത്തെ കഥയല്ല, അത് ഇന്നലത്തെ കഥയാകുന്നു. ചിന്തിക്കും. നമ്മൾ ഇവിടെയൊക്കെ ചിന്തിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ മുത്തഖീങ്ങളായ ആളുകൾ ഇവിടെ സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ നിലകൊള്ളാൻ ശ്രമിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഈ സൗഹൃദത്തിന്റെ കൂടെ നിലനിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമതായി മുസ്ലിമീങ്ങൾക്കിടയിൽ വിശാലമായ ഐക്യമുണ്ടാവുകയും വേണം. ഞാനത് വിശദമായി പറയുന്നില്ല, വളരെ സവിസ്തരം ജാമ്യയിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയം തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഐക്യം അതിപ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ട് ഇബ്ലീസിന്റെ താല്പര്യം അനൈക്യമാവുന്നു? ഇബ്ലീസിന്റെ താല്പര്യം അനൈക്യാണ്. അപ്പോൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും താല്പര്യം ഐക്യാണ്. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. നേരം വൈകിട്ടില്ലല്ലോ. ഇബ്ലീസ് നേരം കൊടുത്താൽ മക്കളെ പറഞ്ഞേക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരികടോ എന്ന് പറഞ്ഞിട്ട് നേരം കൊടുത്താൽ പറഞ്ഞേക്കും. ഞാൻ പറയല്ല, സയ്യിദുനാ റസൂലുള്ളാഹി. ഇബ്ലീസ് മക്കളെ പറഞ്ഞേക്കും, എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കണ്ട, പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരികടോ എന്ന് പറഞ്ഞേക്കും. മക്കളിങ്ങനെ നാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പോവും. വൈകുന്നേരമായ ഓരോ മക്കൾ കയറി വരും. ഒരു മകൻ കയറി വരുമ്പോൾ ചോദിക്കും ഇബ്ലീസ്, മാതാ ഫഅൽതല്യോ, എന്താ ഇന്ന് ചെയ്തത്? അപ്പോൾ ഇബ്ലീസ് പറയും, അപ്പോൾ കുഞ്ഞു ഇബ്ലീസ് പറയും, ഇബ്ലീസിന് മക്കളുണ്ട്, അഫതത്തഖിദൂനഹു വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബി അഫതത്തഖിദൂനഹു വദുർരിയത. എന്താണ് ഉറങ്ങിയിരിക്കുന്നത്? അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി. ഇബ്ലീസിന് മക്കളുണ്ട്, ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസിന് മക്കളെ പറ്റി കേട്ടിട്ടില്ല എന്നുള്ളത് പുതിയൊരു എതിരഭിപ്രായം പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആയത്ത് വേഗം പറഞ്ഞത്. പുതിയ വിഷയമാണല്ലോ പറഞ്ഞതെന്ന് വിചാരിക്കേണ്ട. ഇബ്ലീസിന് മക്കളുണ്ട്. ഇബ്ലീസ് നേരം വെളുത്ത മക്കളെ പറഞ്ഞേക്കും, എന്തൊക്കെ ചെയ്ത് വരികയോട് പറഞ്ഞേക്കും. വൈകുന്നേരമായ ഓരോ മക്കൾ കയറി, മാതാ ഫഅൽതല്യോ, എന്താ നീ എന്നെ ചെയ്തത്? അപ്പോൾ കുഞ്ഞി ഇബ്ലീസ് പറയും, ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു, ഞാൻ നിസ്കാരത്തെ തൊട്ട് തടഞ്ഞു. അപ്പോൾ ഇബ്ലീസ് പറയും, അതാ ലൈസ ബിശൈ, അതൊന്നൊരു പണിയല്ലടും, ഒരു കാര്യമായ പണിയെടുത്ത് വരണ്ടേ. നിസ്കാരത്തെ തൊട്ട് തടയുന്നു. അവൻ ഷർത്തും പറഞ്ഞൊന്നും സൂക്ഷിക്കാതെ സൂക്ഷിക്കാതെ നിസ്കരിക്കുന്നവനാ. ഞാൻ അവനെ അറിയുമല്ലോ, അവനൊന്ന് നിസ്കരിച്ചിട്ട് നേരത്തെ തന്നെ കാര്യമല്ല. എന്തിനാ അത് തടയാൻ നോക്കി? അതിലൊന്നും വലിയ കാര്യമല്ല. കാര്യമുള്ളൊരു പണിയെടുക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്യൂലല്ലോ, ഓടിക്കും. അടുത്ത ആള് വരും, ഓരോ മകൻ പറയും, ഓരോ മകന് വരും, ഓരോ മക്കളെ ഓടിക്കും. അതൊന്നൊരു പണിയല്ലോടും, അതാ ലൈസ ബിശൈ. ഒരാൾ സ്വതക്കയെ കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു, ഞാൻ അയാൾക്കൊരു ലുബ്ധത മനസ്സിലിട്ട് കൊടുത്തു. അപ്പോൾ ഇബ്ലീസ് പറയും, ഒരു മകൻ വന്ന് അങ്ങനെ പറയും, അപ്പോൾ പറയും, അതും അതാ ലൈസ ബിശൈ, അതൊരു പണിയല്ലടോ, അതൊന്നൊരു പണിയല്ല. അവൻ യുത്ബിഉൽ മിന്നത, പിന്നെ എടുത്തു പറയും, അതോടുകൂടെ അവൻ അള്ളാഹുവിന് അകന്നു പോകും. അതായിരുന്നല്ലോ നന്നത്. അതൊന്നും തടയേണ്ടതില്ല, അതൊന്നൊരു പണിയല്ല, ഒരു പണി ചെയ്തിട്ട് വരണ്ടേ. ഓരോ മക്കളും വരും. അവസാനം ഒരു മകൻ കയറി വരും. അപ്പോൾ ചോദിക്കും, എന്റെ നീ ചെയ്തത്? അപ്പോൾ ആ കുഞ്ഞു മകൻ ഇബ്ലീസിനോട് പറയും, ഞാൻ നസൽതു ഫീ സാഹത്തി ഖൗമിൻ, ഒരു നാട്ടിലൊരു ജനതയുടെ നടുവിലിറങ്ങി. അവര് വളരെ ഐക്യത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നത് കണ്ടു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫവസ്വസ്തു ഇലാ വാഹിദിൻ മിൻഹും, ഒരാളിലേക്ക് ഞാനൊരു വസ്വാസം ഉണ്ടാക്കി കൊടുത്തു. അതയാൾ അടുത്ത ആളോട് പറഞ്ഞു, അതയാൾ അടുത്ത ആളോട് പറഞ്ഞു, അതയാൾ അടുത്ത ആളോട് പറഞ്ഞു. അപ്പോൾ അവിടെ എതിർ പാർട്ടി ഉണ്ടായി. അങ്ങനെ സ്നേഹത്തിന്റെ പേരിൽ ജീവിച്ചിരുന്ന ജനത എൻ്റെ ഒരൊറ്റ വസ്വാസമുണ്ട്, ഒന്ന് പറഞ്ഞേക്കി, രണ്ടായി, രണ്ട് പാർട്ടിയായി. കൊല്ലാൻ വേണ്ടി അവര് വാളെടുത്തപ്പോൾ പറർത്തു മിന്നും, ഞാൻ അവിടെ നിന്ന് ഓടിയതാ. ഇപ്പോൾ മിക്കവാറും കൊന്നു തീർന്നിട്ടുണ്ടാവും. അവർ രണ്ട് പാർട്ടിയായി. അത് കഴിഞ്ഞിട്ടാ ഞാൻ വരുന്നത്. അപ്പോൾ ഇബ്ലീസ് ആ കുട്ടിയെ പിടിച്ചിട്ട് തന്റെ തൊടമ്മ കൂടെ കയറ്റിയിരുത്തും. തലയെ കൂടി ഇങ്ങനെ തടവി കൊടുത്തിട്ട് പറയും, ഹദാ വലദി ഹദാ വലദി ഹദാ വലദി. നിങ്ങളിവിടെ ഇല്ല, ഹദാ വലദി ഹദാ വലദി. അനൈക്യുണ്ടാക്കുന്നവരാണ് എൻ്റെ കുട്ടിയാള്, ഇതാണ് എൻ്റെ കുട്ടി, കണ്ടുപഠിച്ചോളൂ. മനസ്സിലായില്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഇബ്ലീസിന്റെ പണിയാണ് എന്ത്? അനൈക്യം. പഠിച്ചോ നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കണേ. നീട്ടി പറയുന്നില്ല. അൽ ജമാഅത്തു റഹ്മത്തുൻ വൽ ഫിർഖത്തു അദാബ്. ഐക്യം അല്ലാഹുവിന്റെ റഹ്മത്തിന് സബബാ, അനൈക്യം അല്ലാഹുവിന്റെ അദാബിന് സബബാ. പഠിച്ചോ നമുക്ക് ഐക്യം തരട്ടെ, അള്ളാഹു നമുക്ക് ഐക്യം തരട്ടെ. ഇത് വളരെ ഗൗരവമായി മുസ്ലിമീങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമുക്കിടയിലാണ് ഐക്യമുണ്ടാകണം. മൂന്നാമതായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുണ്യനബി പറഞ്ഞുവല്ലോ, നേരം വൈകിട്ടില്ലല്ലോ, ഒറ്റ വിഷയം കൂടെ പറഞ്ഞൂടെ? ഒരു വിഷയം, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, അതാരും മറന്നു പോകരുത്. എല്ലാവരും ചെവി തുറന്നിരിക്കി. ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ട, അള്ളാഹുവിന്റെ സഹായം വരണം. അള്ളാഹുവിന്റെ സഹായം വരണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സഹായിച്ചാലേ അള്ളാഹ് സഹായിക്കുകയുള്ളൂ. അള്ളാഹിനെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം. അതെങ്ങനെയാ? അത് നിങ്ങൾ ചിന്തിക്കുക. നാട്ടിലാകെ ഫിത്ന പരക്കുന്ന കാലം വരുമെന്ന് പുണ്യനബി. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, നാട്ടിലാകെ ഫിത്ന പരക്കുന്ന കാലത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ പുണ്യനബി പറഞ്ഞു, അലൈക ബിഅസ്ലി ഷജറ ഖാല റസൂലുള്ളാഹി. ഞാൻ ഈ ഹദീസിന് അർത്ഥം പറഞ്ഞുതരാം, പക്ഷെ നിങ്ങൾ നല്ല റാഹത്തിലിരിക്കണം. ഒരു 10-15 മിനിറ്റ് എനിക്ക് തരുകയും വേണം. എന്നാൽ ഞാൻ ഈ ഹദീസിന് അർത്ഥം പറഞ്ഞുതരാം, ചിന്തിക്കണം. كقطع الليل المظلم يصبح الرجل مؤمنا ويمسي كافرا يمسي مؤمنا ويصبح كافرا يبيع دينه بعرض من الدنيا. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാവും, രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാവും. അങ്ങനത്തെ ഒരു കാലം വരും. പടച്ചോൻ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അന്ന് നബി എന്താ ചെയ്യാൻ മുസ്തഫ നബിയോട് ചോദിച്ചു. ഒന്ന് ചെവി തുറന്നിരിക്കുക എൻ്റെ മനുഷ്യന്മാരെ, ഇത് വല്ലാത്തൊരു സന്ദേശമാണ്. പുണ്യനബിയോട് ചോദിക്കപ്പെട്ടു, ഉറക്കപ്പറ, പുണ്യനബിയോട് ചോദിക്കപ്പെട്ടു, നാട്ടിലാകെ ഫിത്ന പരന്നാൽ എന്ത് ചെയ്യും നബിയെ? പുണ്യനബി പറഞ്ഞു, അലൈക ബിഅസ്ലി ഷജറ. ഈ ഹദീസിന് ഒരു നീ മരത്തിന്റെ മുരട്ട് പിടിച്ചു നിൽക്കണം, മരത്തിന്റെ മുരട്ട് പിടിച്ചു നിൽക്കണം. ഈ ഹദീസിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒരർത്ഥം, അലൈക ബിഅസ്ലി ഷജറ ഖാല റസൂലുള്ളാഹി. ഒരുപാട് അർത്ഥം ഈ ഹദീസിനുണ്ട്. ഒരർത്ഥം ഇന്ന് പറയാ, ഇനി ഒരുപാട് അർത്ഥമുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കേട്ടോളൂ 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 കേട്ടോളൂ. നാട്ടിലാകെ ഫിത്ന പരക്കും. രാത്രിയുടെ ഇരുട്ടിനെ കട്ടികൂടും പോലെ എവിടെയും ഫിത്നയായി വരും. അഥവാ ഇരുട്ടിന്റെ കട്ടി കൂടുന്നത് ആദ്യം കുറച്ച് ദൂരെ ഇരുട്ടാവും, പിന്നെ അടുത്തേക്ക് വരും, പിന്നെ മൂക്ക് മുട്ടിയാൽ കാണാതെയാവും. എന്നതുപോലെ രാത്രിയുടെ ഇരുട്ടിന് കട്ടി കൂടുമ്പോൾ ഓരോ മനുഷ്യരുടെ അടുത്തേക്കും ഫിത്ന കയറി വരുന്നതാ എന്ന് ഖാല റസൂലുള്ളാഹി. അങ്ങനത്തെ ഒരു കാലത്ത് എന്താ ചെയ്യാൻ നബിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അലൈക ബിഅസ്ലി ഷജറ, മരത്തിന്റെ മുരട്ട് പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു. ഏതാ ഈ മരത്തിന്റെ മുരട്ട്? ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ലോകമാകുന്ന മഹാവൃക്ഷത്തിന്റെ മുരട് എന്നത് അവന്റെ കുടുംബമാകുന്നു. അലൈക ബിഇസ്ലാഹി അഹ്ലിക് എന്നർത്ഥം. നീ നിന്റെ കുടുംബത്തെ നന്നാക്കണം. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതാണ് ഒരർത്ഥം. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിലേ അർത്ഥം പറഞ്ഞു തരുള്ളൂ. നിങ്ങൾ മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അള്ളാന്റെ സഹായം വരണമെങ്കിൽ അലൈക ബിഅസ്ലി ഷജറ അയ അലൈക ബിഇസ്ലാഹി അഹ്ലിക്, നീ നിന്റെ കുടുംബത്തെ ഇസ്ലാഹ് ചെയ്യണം. ഇതെല്ലാവരും ചെയ്താൽ മതി, എന്നാ നാട് നന്നാവും. നമ്മൾക്കിപ്പം ലോകം നന്നാക്കാൻ താല്പര്യമുണ്ട്, എന്നാൽ സ്വന്തം മക്കളെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല, ഒന്നുമില്ല. അലൈക ബിഇസ്ലാഹി അഹ്ലിക്, നീ നിന്റെ കുടുംബത്തെ നന്നാക്കിയെടുക്കണം. അത് ആളെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു നാട് മുഴുവൻ നന്നാക്കുന്നതിനേക്കാൾ നല്ലൊരു ഓരോരുത്തരും സ്വന്തം, ഒന്ന് പറഞ്ഞേക്ക്, ഓരോരുത്തരും സ്വന്തം കുടുംബം വീട് നന്നാക്കിയാൽ മതി. അലൈക ബിഇസ്ലാഹി അഹ്ലിക, നീ നിന്റെ കുടുംബത്തെ നന്നാക്കിയെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വീട്ടിന്റെ സാഹചര്യങ്ങൾ ശ്രദ്ധിക്കണം. തിന്മയിലേക്ക് കയറി വരികയാ ലോകം മുഴുവനും. വളരെ നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, വളരെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ സയ്യിദുനാ ആദം
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇബ്ലീസ് ചെയ്ത വേല അവരുടെ ഔറത്ത് വെളിവാക്കുന്ന പണിയായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഓഹോ, കാര്യപ്പെട്ട വിഷയമാണ് ഈ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. എന്താ ഇപ്പൊ ചെയ്തത്? ഇബ്ലീസ് പഴം കൊടുക്കല്ല. പഴം കൊടുക്കാൻ ഇവൻ ഫ്രൂട്ട്സിന്റെ ഹോൾസെയിൽ ഏജന്റ് ഒന്നുമല്ല. അല്ല, ഇബ്ലീസ് ആരാ? ഫ്രൂട്ട്സിന്റെ ഹോൾസെയിൽ ഡീലറോ? എന്തിനാണാവോ ഇവൻ പഴം കൊടുത്തത്? നിങ്ങളവിടെ സ്ഥലത്തില്ല, നിങ്ങൾ പഴം കൊടുത്തോടത്തില്ല, പഴം വാങ്ങി കൊടുത്തില്ല. നിങ്ങളെ റേഞ്ച് വിട്ടുവെന്നും എനിക്ക് തോന്നുന്നുണ്ട്. എന്തിനാ ചങ്ങാടി പഴം കൊടുത്തത്? ഇവനാരാ? ഫ്രൂട്ട്സിന്റെ ഹോൾസെയിൽ ഡീലറോ? ഇവനാരാ? അല്ല, പഴമല്ല അവന്റെ ലക്ഷ്യം. യൻസിഉൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സവാതിഹിമാ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് ആ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ്. പഠിച്ചോനെ തല ഒന്ന് തുറന്നു പിടിക്കി. ഹദീസ് ആയത്തിന്റെ അർത്ഥങ്ങൾ ഇവിടെയും രസമുണ്ടല്ലോ. തെക്കൂനും ഫിത്തനുൻ, ഫിത്തനകൾ നാട്ടിലുണ്ടാകും എന്നാണ് ഹദീസ്. ഇവിടെയും അതുപോലത്തെ ഒരു വാക്കാണല്ലോ ആയത്തിലുള്ളത്. യാ ബനി ആദമ ലാ യഫ്തിനന്നകും ശൈത്വാൻ. ഫിത്തനയുമായി ഇബ്ലീസ് നിങ്ങൾ സമീപിക്കുന്നത് നിങ്ങൾ നോക്കണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇബ്ലീസ് നിങ്ങളെയും ഫിത്നയും കൊണ്ട് സമീപിക്കുന്നത് നിങ്ങൾ നോക്കണം. എന്താ അതിന്റെ അർത്ഥം? ഇബ്ലീസ് പഴം കൊണ്ട് നിങ്ങളുടെ അടുത്തേക്കും വരും, നിങ്ങളൊന്ന് നോക്കണം. അങ്ങനെയാ? നിങ്ങൾ ഇവിടെ ഉണ്ടാ? ഇബ്ലീസ് നിങ്ങളെ ഫിത്നയിലാക്കുന്നത് നോക്കണം. നിങ്ങളെ ബാപ്പയെയും ഉമ്മയെയും പുറത്താക്കിയതുപോലെ ഇബ്ലീസ് നിങ്ങളെയും ഫിത്നയിലാക്കുന്നത് നോക്കണം. എന്താണാവോ? ഇവിടെ ഉദ്ദേശം പഴവുമായി ഇബ്ലീസ് വരുമെന്നല്ല. ഇബ്ലീസിന്റെ ഒരു പഴമായ ഒരു സാധനം നമ്മൾ കണ്ടിട്ടുമില്ല. ഇബ്ലീസ് ഏതെങ്കിലും ഫ്രൂട്ട്സ് കച്ചവടത്തിന് താല്പര്യപ്പെട്ട് നമ്മളെ പ്രേരിപ്പിച്ചിട്ടും ഇല്ല. പിന്നെന്താ അതിന്റെ അർത്ഥം? ഇവന്റെ താല്പര്യമായിരുന്നു, ഇവന്റെ ലക്ഷ്യമായിരുന്നു തുണി പൊക്കലായിരുന്നു അവന്റെ താല്പര്യം. നിങ്ങളിവിടെ ഉണ്ടാ? ഔറത്ത് വെളിവാക്കുന്ന കളി കളിക്കലായിരുന്നു താല്പര്യം. ഔറത്തിന്റെ കളി കളിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഇടമില്ല, ഉടനെ പുറത്തു പോകേണ്ടി വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഔറത്തിന്റെ കളി കളിച്ചാൽ, ഔറത്ത് പ്രത്യക്ഷമാകുന്ന പണിയെടുത്താൽ സ്വർഗത്തിന് പുറത്തു പോകേണ്ടി വരും എന്ന ഒരു വിവരം ഇവനുണ്ടായിരുന്നു. ഈ പഴം കഴിച്ചാൽ ഔറത്ത് പ്രത്യക്ഷമാകും എന്നും ഉണ്ടായിരുന്നു. ഔറത്ത് വെളിവാക്കുന്ന ആൾ ഇബ്ലീസാവുന്നു, ഔറത്ത് കാണിക്കുന്ന കളി കളിപ്പിക്കുന്നത് ഇബ്ലീസാവുന്നു. ആ കളി കളിപ്പിച്ചിട്ടാണ് പുറത്തേക്ക് ചാടിച്ചത് ഇബ്ലീസ്. പറ ഇബ്ലീസ്. ഔറത്തെ കാണുകയും കാണിക്കുകയും ചെയ്യുന്ന ആൾ ഇബ്ലീസാണ്. ലഅനത്തുല്ലാഹി അലൈഹി. നിങ്ങൾ നോക്കണില്ലേ മനുഷ്യന്മാരെ? ഈ ഇബ്ലീസും മക്കളും ഭൂമിയിൽ വന്നിട്ടും ആകെ അവൻ വീടായി വെച്ചത് കക്കൂസ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഇതിങ്ങനെ ആലോചിച്ചു, ഇയാൾ എത്ര മണക്കും, എന്നിട്ടും ഇയാൾ അവിടെ തന്നെയാണല്ലോ കൂടിയത്. ഞാൻ കുറെ ആലോചിച്ചപ്പോൾ എനിക്കൊരു പിടുത്തം കിട്ടി. അവന്റെ അസിൽ നടപ്പാക്കാൻ 10 പൈസ ചെലവില്ലാതെ നടക്കുന്ന ഒറ്റ സ്ഥലം കക്കൂസാണ്. തിരിഞ്ഞില്ല. നിങ്ങളിവിടെ സ്ഥലത്തില്ലല്ലോ പഠിച്ചവന്. ആരാന്റെ ഔറത്ത് കാണാന് 10 പൈസ ചെലവില്ലാതെ ഔറത്ത് കാണാനുള്ള സൗകര്യം കക്കൂസിലാവുന്നു. കക്കൂസ് കയറുന്നവനാണ് പിന്നെയും പൈസക്ക് ചെലവ്. മുനിസിപ്പാലിറ്റിയുടെ കക്കൂസിലൊക്കെ കയറുമ്പോൾ പൈസക്ക് ചെലവുണ്ട്. അവിടെ ഇരുന്ന് കാണുന്ന ഇബ്ലീസിന് എന്തൊരു മനുഷ്യന്മാരാണ് പഠിച്ചവനെ. ഇബ്ലീസിന്റെ കക്കൂസ് കയറി കൂടി എത്ര വാസന ഉണ്ട്. കക്കൂസിലെങ്ങനെ മാന്യന്മാര് കയറിയിരിക്കും? മിനയിലൊക്കെ ഉണ്ട്. കക്കൂസ് കയറിയാൽ ബാക്കിൽ ഡോറിന് വന്ന് അടിക്കും. ഈ കക്കൂസ് കയറിയവൻ ശൈത്താനാണെന്നാണ് ചില ആളുകളുടെ ധാരണ. കക്കൂസിൽ ശൈത്താനെ പാർക്കുള്ളൂ. അവിടെ പണി തീരണതിന് മുമ്പ് പുറത്തേക്ക് ചാടും.
തുണി നന്നാക്കൊണ്ട് വരും പുറത്ത് വന്നിട്ടാവും ചില ആളുകൾ. കാരണം അവിടെ പാർക്കാൻ പറ്റില്ല. എന്നാൽ അവിടെ ഒരാൾ പാർക്കും. ആരാണ് അവിടെ പാർക്കുന്നത്? ശൈത്വാൻ. ഉറക്കെ പറ, ശൈത്വാൻ. എന്റെ ശൈത്വാൻ അവിടെ പാർത്തത് ഔറത്ത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഔറത്ത് കാണുന്ന പരിപാടി അവന്റെ കൗതുകമാകുന്നു, അതവന്റെ രീതിയാകുന്നു. ഔറത്ത് കാണലും കാണിക്കലും ശൈത്താന്റെ രീതിയാ, അത് അമ്പിയാക്കളുടെ രീതിയല്ല. അമ്പിയാക്കൾ ഭാര്യമാരെ ഔറത്ത് കാണാറ് പോലുമില്ല. നേരം വൈകിയ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഇതിന് കാര്യം എന്ന് പറയണില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടാ? ഒന്ന് പറ മനുഷ്യന്മാരെ, നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അവിടെ എങ്ങനെയാണ് ചങ്ങാടി ഇനി ഇവിടെ ഒരു നവോത്ഥാനം ഉണ്ടാവുക? ഇബ്ലീസിന്റെ കളിയല്ലേ നമ്മളെ വീട്ടിലുള്ളത്? വീടായ വീടൊക്കെ ഇബ്ലീസിന്റെ കളി കയറിയില്ലേ? എങ്ങനെ നന്നാവും? എങ്ങനെ നവോത്ഥാനം ഉണ്ടാവും? എങ്ങനെ ഇവിടെ ഒരു റജുലുണ്ടാവും? ഇന്ന ഇൻദല്ലാഹി ഖസായിനൽ ഖൈരി വശർരി. എല്ലാ ഖജനാവും അല്ലാഹുവിന്റെ കയ്യിലുണ്ട്. ഖൈറിന്റെ ഖജനാവുണ്ട്, ശർറിന്റെ ഖജനാവുണ്ട്. ഖൈറിന്റെ ഖജനാവ് റബ്ബിന് മഫാത്തിഹുഹാ ഇൻദൽ റിജാലി ഖാല റസൂലുള്ളാഹി. ഖൈറിന്റെ ഖജനാവ് തുറക്കണമെങ്കിൽ ആൺകുട്ടികൾ വരണം. അതിനിവിടെ നാട്ടിൽ ആരുണ്ടാവണം? ആൺകുട്ടികൾ ഉണ്ടാവണം. അതിന് ആൺകുട്ടികൾ ഉണ്ടാവില്ല ഈ ജാതി തമ്മാടിത്തരം വീട്ടിൽ നടന്നാൽ. കാരണം ആൺകുട്ടികളെ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൺകുട്ടികളെ ഉണ്ടാകണമെങ്കിൽ അത് എവിടെ നിന്നുണ്ടാവണം? വീട്ടിൽ നിന്നുണ്ടാവണം. അതിന് ഉമ്മ പോലും നാശാണ്. പടച്ചോനെ ഞങ്ങൾക്ക് നീ ബോധം തരട്ടെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം തരണമേ റബ്ബേ. മിനൽ മുഅ്മിനീന റിജാലുൻ, മുഅ്മിനീങ്ങളിൽ ഇടയ്ക്കിടെ ആൺകുട്ടികൾ വരും എന്നാണ്. ആൺകുട്ടി എന്ന് പറഞ്ഞാൽ 9 മാസം ഭാര്യയെ കൊണ്ട് പ്രസവിപ്പിക്കാൻ യോഗ്യതയുള്ളവൻ എന്നല്ല അതിൻ്റെ മാന. സദഖു മാ അഹദുല്ലാഹ്, അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾ ഉറക്കൊന്നാണ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നിട്ടും നിങ്ങൾ ഇരുന്ന് ഉറങ്ങുകയാണെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ അപ്പുറം പറയല്ല. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ്. ഈ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ വിഭാഗമല്ല, അള്ളാഹിനോട് കരാറ് പാലിക്കുന്നവരാകുന്നു. പക്ഷെ അത് വീട്ടിൽ നിന്നുണ്ടാകണം. എന്താ വീട്ടിന്റെ സാഹചര്യം? ഔറത്ത് കാണിക്കുന്നത് ശൈത്താന്റെ രീതിയാ. ഔറത്തിന് താല്പര്യപ്പെട്ട കളി കളിക്കുന്നത് ശൈത്താന്റെ രീതിയാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ പോലും ഔറത്ത് കണ്ടിട്ടില്ല. എന്റേത് നബി കണ്ടിട്ടില്ല, നബിയുടേത് ഞാനും കണ്ടിട്ടില്ല. ഔറത്തിലേക്ക് നോക്കുന്നത് മാന്യന്മാരുടെ രീതിയല്ല. ഔറത്ത് കാണലും കാണിക്കലും ശൈത്താന്റെ രീതിയാണ്. അപ്പോൾ ഇന്നത്തെ ആധുനിക സിനിമകൾ ശൈത്താന്റെ സഹായങ്ങളാണ്. പടച്ചോ നമ്മളെ കാക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മെ കാക്കട്ടെ. ഇന്ന് നമ്മുടെ വീടുകളിലുള്ള ഈ സിനിമകളാണ് സത്യത്തിൽ നാശം. ഇതാണ് യഥാർത്ഥത്തിൽ ഫിത്ന എന്ന് പറയുന്നത്. അതാണ് ഫിത്ന, വേറൊന്നുമല്ല. ചില ആളുകൾ പറയുന്നത് പെൺകുട്ടികൾ ഇസ്ലാം മതം ഒഴിവാക്കാൻ കാരണം സ്ത്രീധനമാണ്. സ്ത്രീധനത്തെക്കുറിച്ച് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ പുണ്യനബി കാരണമായി പറഞ്ഞെടുത്ത് അതൊന്നുമല്ല പറഞ്ഞത്. തകൂനു ഫിതനുൻ കഖിതഇൽ ലൈലിൽ മുസ്ലിം യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. രാവിലെ മുഅ്മിനായാൽ വൈകുന്നേരം കാഫിറാകാൻ കാരണം ഫിത്നയാ എന്നാണ്. ഫിത്നയെ പറ്റി ആയത്തിൽ പറഞ്ഞത് ശൈത്താന്റെ കളി എന്നാണ്. പടച്ചോൻ നമ്മളെ കാക്കട്ടെ. ഹദീസിൽ പുണ്യനബി പറഞ്ഞത് ഫിത്നത്തുൻ തദ്ഖുലു ഫീ ബൈതി കുല്ലി റജുലിൻ മിൻകും സിത്തുൻ ഖബല ദജ്ജാലി. ദജ്ജാൽ വരുന്നതിന് മുമ്പ് 6 കാര്യം ഉണ്ടാവും. 6ാമത്തെ കാര്യം എന്താണ്? നിങ്ങളെ ഓരോ വീട്ടിലും ഫിത്ന വന്ന് നിറയും. ഏതാ ഫിത്ന? നിങ്ങൾ ഇവിടെ സ്ഥലത്തില്ല. ആയത്തിൽ ഫിത്ന എന്ന് പറഞ്ഞത് ഔറത്തിന്റെ കളിക്കാണ്. മനസ്സിലായില്ല? ഹദീസിലും ഫിത്ന എന്ന് പറഞ്ഞത് ഫിത്നത്തുൻ തദ്ഖുലു ഫീ ബൈതി കുല്ലി റജുലിൻ മിൻകും, നിങ്ങളുടെ എല്ലാ വീട്ടിലും ഫിത്ന വന്ന് നിറയും. ഈ ഫിത്ന ഏതാ? ഔറത്തിന്റെ കളിയാ. ഈ ഫിത്നയാണ് കഖിതഇൽ ലൈലിൽ മുസ്ലിം. അതുകൊണ്ടാണ് രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറായത്. സ്ത്രീധനം കൊടുക്കാനില്ലാത്ത കാലത്തും പെൺകുട്ടികൾ കാഫിറായിട്ടില്ല.
അന്ന് സ്ത്രീധനമില്ല, പറഞ്ഞ സ്ത്രീധനം പോലും കൊടുക്കാറില്ല. അങ്ങനെയാണ്. കമ്പി അരഞ്ഞാലിന് വെള്ളിപ്പടി വെച്ച് കൊടുക്കുന്ന പറയാ. വെള്ളി അരഞ്ഞാണ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഉണ്ണിക്കമ്മ സാഹിബിന്റെ മക്കൾ എന്നാണ് അതിന്റെ വായന. അന്ന് അക്കാലത്ത് അങ്ങനെയാണ്. കമ്പി അരിഞ്ഞാലിന് വെള്ളിപ്പടി വെച്ചു കൊടുക്കുമെന്ന് പറയും. വെള്ളിപ്പടി വെച്ചു കൊടുക്കൊന്നുമില്ല, മരിക്കുന്നതിന് മുമ്പ് അമ്മോശാക്ക പൊരുത്തപ്പിടിക്കും. അങ്ങനെയാണ്. എന്തേ ഇവിടുന്ന് അങ്ങോട്ടൊരു പൊരുത്തപ്പിടിക്കലും അവിടുന്ന് ഇങ്ങോട്ടൊരു പൊരുത്തപ്പിടിക്കലും കഴിഞ്ഞാൽ ഒരു ജീവിതം കഴിയും. ഇതായിരുന്നു അക്കാലത്തെ സ്ത്രീധനം. ഇന്നത്തെ പോലെയല്ല. എന്നിട്ടും പെൺകുട്ടികൾ പോയിട്ടില്ല. കാപ്പവൻ എന്നൊരു ആഭരണം ഉണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ. നിങ്ങളൊക്കെ വലിയ മുതലാളിമാരും ഇതൊക്കെ പറയുന്നൊരു മടിയൊക്കെ ഉള്ള ആളുകളും ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ സഹകരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. എനിക്ക് പിന്നെ ഇതൊന്നും പറയാൻ മടിയില്ല. നമ്മുടെ നാട്ടിൽ കാപ്പവൻ എന്നൊരു ആഭരണം ഉണ്ടായിരുന്നു, കൊരല്ലാരം. ഇതിന്റെ ഉള്ളിൽ അരക്കായിരുന്നു. കാരണം മര്യാദക്ക് സ്വർണം കയറ്റാൻ മാത്രമുള്ള ധനം ആ കാലത്ത് ഒരാളുടെ കയ്യിൽ ഇല്ല. എന്തേ ഇവിടെ ഉണ്ടായിട്ടില്ലേ? ഒന്ന് പറയില്ലേ? എടോ അന്ന് ഏത് പെൺകുട്ടിയാടോ ഇവിടുന്ന് ഒഴിച്ചു പോയത്? ഒരു പെൺകുട്ടി ഇസ്ലാം ഒഴിച്ചു പോയിട്ടില്ല. മര്യാദക്ക് ആഭരണം കൊടുക്കൂല, കൊടുക്കാൻ മാത്രം ബാപ്പാന്റെ കയ്യിൽ ഇല്ല. എന്നിട്ട് ഏത് പെൺകുട്ടിയാ ഇസ്ലാം അല്ലാതെ ഏത്? അതുകൊണ്ടൊന്നും അല്ല ഇസ്ലാം ഒഴിച്ചു പോയത്. ഹദീസ് ഒന്നും കൂടി അർത്ഥം വെച്ച് നോക്കൂ. ഫിതനുൻ യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. ഫിത്ന നിറയുമ്പോഴാണ് ഈമാനെ ഒഴിവാക്കുക. മനസ്സിലായില്ല? ഫിത്ന നിറയുമ്പോഴാണ് ഈമാൻ ഒഴിവാക്കുക. ഫിത്നക്ക് ആയത്തിൽ പറഞ്ഞ അർത്ഥം ശൈത്താന്റെ കളി എന്നാണ്. മനസ്സിലായില്ല? ഹദീസിൽ പറഞ്ഞ അർത്ഥവും അങ്ങനെ തന്നെയാണ്. എന്ത്? നിങ്ങളെ എല്ലാ വീട്ടിലും ഫിത്ന നിറയും. ഈ ഫിത്നക്ക് അമ്മായിമ്മ പോര് നല്ല അർത്ഥം. അമ്മായിമ്മ പോരിന് ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ ചരിത്രമുണ്ട്. അപ്പോൾ പിന്നെ ഫിത്ന അമ്മായിമ്മ പോരല്ല. നിങ്ങളിവിടെ സ്ഥലത്തില്ലല്ലോ മനുഷ്യന്മാര്. അപ്പൊ ഈ ഫിത്ന അവസാന കാലഘട്ടത്തിൽ വീട്ടിൽ കയറി വരുന്ന ഫിത്ന ഏതാ? അത് ശൈത്താന്റെ കളിയാ, അത് ഔറത്തിന്റെ കളിയാ. അത് വന്നാൽ ഈമാൻ പോകും. എന്തുകൊണ്ട്? ഔറത്തിന്റെ കളി കൊണ്ട് പോകുക ഹയാ ആണ്. ഹയാവും ഈമാനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇന്ന അൽ ഈമാനു വൽ ഹയാഉ ഖുരിനാ ജമീഅൻ ഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅ അൽ ആഖറു. ഈമാനും ലജ്ജയും പരസ്പര ബന്ധിതമാ. ഈമാനും ലജ്ജയും പരസ്പര പൂരകമാ. ഒന്നില്ലാതെയായ മറ്റൊന്നില്ലാതെയാകും. ഖാല റസൂലുള്ളാഹി. കേൾക്ക് കേൾക്ക് കേൾക്ക്, ഈ ഹദീസ് ഒന്ന് കേൾക്ക്. എന്റെ കുട്ടികൾ കാഫിറായത്, എന്റെ കുട്ടികൾ ഇസ്ലാം ഒഴിവാക്കിയത്, ഫിത്നകൾ വന്നു. ഫിത്നകൾ വന്നപ്പോൾ എന്ത് പോയി? ഹയാവ് പോയി. ഹയാവ് പോയാൽ എന്ത് പോകും? ഉറക്കെ പറഞ്ഞേക്ക്. ഹയാ പോയാൽ എന്ത് പോകും? ഈമാൻ ഉറപ്പ്. എന്തുകൊണ്ട്? ഇന്നലെ ഈമാനു വൽ ഹയാഉ ഖുലിനാ ജമീഅ ഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅ അൽ ആഖറു. ഖാല റസൂലുള്ളാഹി. ഈമാനും ലജ്ജയും പരസ്പര ബന്ധിതമാ. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ലാതെയാവും. പഴയകാല ജനതയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, വേണ്ടത്ര പണ്ടോ ആഭരണോ ഒന്നുമില്ല. പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു? ലജ്ജ ഉണ്ടായിരുന്നു. ലജ്ജയുണ്ടതുകൊണ്ട് എന്തുണ്ടായിരുന്നു? ഈമാനുണ്ടായിരുന്നു. അങ്ങനെയാണ്. പച്ചപ്പകൽ സ്വന്തം ഭാര്യയോട് വീട്ടിൽ എന്ന് വർത്താനം പറയില്ല. അത് വാപ്പയും ഉമ്മയും കണ്ടാൽ ഒരു മോശം വിചാരിക്കും. ഭാര്യ ഭർത്താവും കൂടെ നടക്കുകയേ ഇല്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിലൊക്കെ പോയിരുന്ന കാലത്ത് ഈ ഭാര്യ ഭർത്താക്കൾ പോകുന്നത് ഒരു കൗതുകത്തോടെ നോക്കി നിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഫർലോങ് ദൂരെ ഭർത്താവ് നടക്കും, പിന്നിൽ കുടയും ചൂടിയിട്ട് പെണ്ണും നടക്കും. ഒരു കൂടെ നടക്കുകയില്ല. വളവൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഒന്ന് ലേശം ശ്വാസം വിട്ടിട്ട് നിൽക്കും. ഇത് അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോയോ അത് അങ്ങോട്ട് വരുമോ നോക്കാൻ വേണ്ടിയിട്ട്. എന്തേ ഇല്ലേ? ഒപ്പം നടക്കില്ല. എന്തേ? അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എന്നോട് ഫിഖ് ചോദിക്കാം, ഭാര്യക്കും ഭർത്താവിനും അപ്പം കണ്ടൂടെ? തിരിച്ചും ചോദിക്കാലോ, കണ്ടൂടെ? അപ്പൊ നടക്കലല്ല, കണ്ടൂടെ? ആയിട്ട് മിൻഹു ഇങ്ങോട്ടുണ്ടല്ലോ, അത് കണ്ടൂടെ? നിങ്ങൾ എന്നോട് മുഴുവനും കൂടി പറയിപ്പിക്കണ്ട. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണ്? ഹയാ ആണ്. ഹയാ ഉണ്ടായാലും എന്തുകൊണ്ടാണ്? ഹയാ ഉള്ളിടത്ത് എന്തുണ്ടാവും? ഈമാൻ ഉണ്ടാവും. ഇന്ന് അമ്മോശാക്ക, അമ്മായിമ്മ, മകന്, മരുമോള്, ഗൾഫിൽ 4 കൊല്ലം വരാത്ത ഭർത്താവ് വരാത്ത മരുമോള് അമ്മോശാക്ക, പിന്നെയോ വിരുന്ന് വന്ന മരുമോനെ
അപ്പുറത്തെ മൂത്തച്ഛന് ഇളച്ചന് എല്ലാരും കൂടെ സകല കുലാബിയായിട്ട് ഇരിക്കുക. എന്തിന് എന്തിന് എന്തിന്? TV കാണാന്ന് പറഞ്ഞിട്ടാണ് തള്ളല്ലേ? അങ്ങനെയാണ് തള്ളല്ല. പെണ്ണുങ്ങൾ തൊട കുലുക്കിയിട്ട് ചാടുന്നത് കാണാൻ ഒന്നും വിചാരിക്കരുത്. അല്ലത് യദൂറു ബൈന അഫ്ഹാദിൻ നിസാഇ ലാ യഅതി ബിഖൈറിൻ. പുണ്യനബി പറഞ്ഞു, പെണ്ണുങ്ങളുടെ തൊട ചുറ്റി നടക്കുന്ന ജനതക്ക് പുരോഗതി ഉണ്ടാവില്ല, ഒരു ഖൈറും ഉണ്ടാവില്ല. ഇതൊന്നും ഞാൻ പറയുകയാണെങ്കിൽ അല്ല എന്നെ കണ്ണൂരിട്ടുണ്ടോളൂ. എടോ, ഇത് മുഹമ്മദ് നബി പറഞ്ഞതാ. ഞാൻ ഈ ഹദീസ് വളരെ ആലോചിച്ചു. എന്താണ് അപ്പൊ പറഞ്ഞതിന്റെ വായന? കൂടുതൽ കല്യാണം കഴിച്ചവരെന്നതിന് അർത്ഥം വെക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? ഒരുപാട് കല്യാണം കഴിച്ച ഭാര്യമാരുള്ള ആളാണ് ആര്? മുസ്തഫ റസൂൽ. അപ്പൊ എന്തതിന്റെ അർത്ഥം? പെണ്ണുങ്ങളുടെ തൊട ചുറ്റുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു നേട്ടവും ഉണ്ടാവില്ല. ഏതാണ് ഈ പെണ്ണുങ്ങളെ തൊട ചുറ്റൽ? ഏതാണ് പെണ്ണിന്റെ തൊട? ഇന്നത്തെ സിനിമക്കളികളാണ്. അക്കാലത്ത് മക്കയിൽ എന്തുണ്ടായിരുന്നു? ഷാമിൽ നിന്നും യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ഇറക്കി വെച്ച കൊണ്ടുവന്ന അടിമ പെണ്ണുങ്ങൾ അവരുടെ അല്യത്തെ കുലുക്കിയിട്ട് ചാടും. ആ പരിപാടി അക്കാലത്തുണ്ടായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? മക്കയിലേക്ക് ഡാൻസുകാരി പെണ്ണുങ്ങളെ കൊണ്ടുവന്നിരുന്നു. ആ പെണ്ണുങ്ങൾ കുലുക്കിയിട്ട് ചാടിയിരുന്നു. ആരാണ് കൊണ്ടുവന്നത്? നളർ ഇബ്നുൽ ഹാരിസ് ലഅനത്തുല്ലാഹി അലൈഹി. ചിന്തിക്ക്. എന്തിന്? മിനന്നാസ് من يشتري له الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയായിരുന്നു അക്കാലത്തെ ഇറാഖിയ അടിമ പെണ്ണുങ്ങൾ അല്യത്ത് കുലുക്കിയിട്ട് ചാടിയിരുന്നത്. പഠിച്ചോ നമ്മളെ കാക്കട്ടെ. അതായിരുന്നു അന്നത്തെ രീതി. ഇന്ന് ആ ചാട്ടം നമ്മളെ വീട്ടിൽ TV ചാടുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതാണ് എല്ലാ വീട്ടിലും ഈ ഫിത്ന വരും. അപ്പോൾ വീടുകളൊക്കെ ആരെ വീടാവും? ശൈത്താന്റെ വീടാവും. ശൈത്താന്റെ വീടുകളായി കഴിഞ്ഞാൽ ആര് വരും? ദജ്ജാൽ വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ദജ്ജാൽ വരും. ഈ തരം സിനിമകളുടെയും ഈ തരം നഗ്ന ചിത്രങ്ങളുടെയും ഉപജ്ഞാതാക്കൾ യഹൂദികളാകുന്നു. ഒരു പാരഗ്രാഫും കൂടി പറയട്ടെ, ഒരു പാരഗ്രാഫും കൂടി ഞാൻ പറഞ്ഞോട്ടെ. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക്. ഈ നഗ്ന ചിത്രങ്ങളുടെ മുഴുവനും ഉപജ്ഞാതാക്കൾ യഹൂദികളാകുന്നു. ലോകത്തെ ആദ്യമായി നഗ്ന കാണിക്കുന്ന സിനിമകൾ ഇറക്കിയത് ജൂതന്മാരാകുന്നു. ബ്ലൂ ഫിലിമുകൾ ഇറക്കുന്നത് ജൂതന്മാരാകുന്നു. ലോകത്തെ ബ്ലൂ ഫിലിമിന് വേണ്ടി മാത്രം ഒരു ചാനലുള്ളത് ഇസ്രായേലിനാവുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തിനാണ് ഇസ്രായേൽ ഇതൊക്കെ ചെയ്യുന്നത്? നഗ്നതയുടെ കളി നാട്ടിൽ പെരുകിയാലാണ് ദജ്ജാൽ വരിക. ദജ്ജാലാകട്ടെ ആന്റി ക്രൈസ്റ്റ് എന്ന ഈ ദജ്ജാൽ സയ്യിദുൽ യഹൂദാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നല്ലോണം ചിന്തിക്കണം. വളരെ ഗൗരവമുള്ള ചില കൂട്ടിക്കെട്ടലാണ് ഞാൻ ഈ ഹദീസിന്റെ ഇടയിൽ കൂട്ടിയത്. നമ്മൾ ചിന്തിക്കണം. എന്റെ ബ്ലൂ ഫിലിമിന്റെ നിർമ്മാതാക്കൾ ജൂതന്മാരാ. ലോകത്തെ ആദ്യമായി ബ്ലൂ ഫിലിം ഉണ്ടാക്കിയത് ജൂതന്മാരാ. ബ്ലൂ ഫിലിമിന് വേണ്ടിയിട്ട് ചാനൽ ഉണ്ടാക്കിയത് ജൂതന്മാരാ. ആണിന്റെയും പെണ്ണിന്റെയും കാമക്കേളി പച്ചയായി കാണിക്കാൻ വേണ്ടി ലോകത്ത് ഒരേ ഒരു ചാനൽ ഉള്ളത് ജൂതന്മാർക്കാ. എന്റെ ഇത് ഫിത്നയാണ്. ഇത് നാട്ടിൽ വന്നാൽ ഇത് നാട്ടിൽ വന്നാൽ ദജ്ജാൽ വരും. സിത്തുൻ ഖബല ദജ്ജാൽ. എന്റെ ഇത് ഫിത്നയാണ്. ഇത് നാട്ടിൽ വന്നാൽ ഇത് നാട്ടിൽ വന്നാൽ ദജ്ജാൽ വരും. സിത്തുൻ ഖബല ദജ്ജാൽ. ഇത് നാട്ടിലാകെ വന്നാൽ ദജ്ജാൽ വരും. ദജ്ജാലാകട്ടെ സയ്യിദുൽ യഹൂദാണ്. 70,000 ജൂതന്മാരായിരിക്കും ദജ്ജാലിനെ കൊണ്ടുവരിക എന്ന് പുണ്യനബി. നിങ്ങൾ ചിന്തിക്കണേ. ഞാൻ നിങ്ങൾക്ക് ഉറക്കം വരായതുകൊണ്ട് അവസാനിപ്പിക്കാം. ഇതൊക്കെ തലച്ചോറ് കൂട്ടിക്കെട്ടേണ്ട ചില വിഷയങ്ങളാണ്.
വളരെ ചിന്തിക്കണം. നമ്മൾ അത് പിന്നെ അലി പിന്നെ അലി ഇവരെ ബ്ലൂ ഫിലിമിന് നമ്മളും ഭയപ്പെട്ടു. അപ്പോൾ ആര് വരും? ദജ്ജാൽ, ആന്റി ക്രൈസ്റ്റ് എന്ന ഈ ദജ്ജാൽ സയ്യിദുൽ യഹൂദ 70,000 ജൂതന്മാരാണ് ദജ്ജാലിനെ കൊണ്ടുവരിക. ദജ്ജാൽ വരാൻ വേണ്ടി കാത്തിരിക്കാണ് ആര്? ജൂതന്മാര്. കാരണം ദജ്ജാൽ അവരുടെ നേതാവാണ്, സയ്യിദുൽ യഹൂദ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യന്മാരെ ചിന്തിക്കും. അത് സയ്യിദുൽ യഹൂദാണ്. 70,000 ജൂത നേതാക്കളാണ് ദജ്ജാലിനെ കൊണ്ടുവരിക. പഠിച്ചോൻ നമ്മളെ കാക്കട്ടെ. എപ്പോഴാ ദജ്ജാൽ വരിക? ഈ തമ്മാടിത്തരത്തിന്റെ കളികൾ നാട്ടിലുണ്ടാകുമ്പോൾ, ഖൈർ എടുത്തു പോകുമ്പോൾ. ഏതാണ് ഖൈർ എടുത്തു പോവുക? അല്ലതെ യദൂറു ബൈന അഫ്ഹാദിൻ നിസായി ലാ യഅതി ബി ഖൈരിൻ. ഇനി ഖൈർ കൊണ്ടുവരണമെങ്കിൽ ആര് വേണം? ആണുങ്ങൾ വീട്ടിൽ ഉണ്ടാകണം. ആണ് അള്ളാഹുവിന് വേണ്ടി കരാറ് പാലിക്കുന്ന ആണ്. അതാണ് മഫാത്തിഹുൽ ഖൈരി റിജാലുൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അതുകൊണ്ട് ജനങ്ങളെ പേടിക്കുകയും ഇന്ന് ഈ അടുത്ത കാലത്തെ കേട്ടിട്ടുള്ള, കാതിൽ കേൾക്കാൻ വിഷമമുള്ള, പെണ്ണുങ്ങളോട് ബന്ധപ്പെടുന്ന പല വാർത്തകളുടെയും കാരണം വീട്ടിലെ സിനിമ കളിയാ, അത് ദജ്ജാലിന്റെ കളിയാ, അത് ഇബ്ലീസിന്റെ കളിയാ, അത് ഈമാനെ തകർത്ത് കളയുന്ന കളിയാ. ഇതാ ലജ്ജ എടുത്തു പോയാ പിന്നെ ഈമാൻ എടുത്തു പോവും. പഠിച്ചോ നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കണം മുഅ്മിനീങ്ങളെ. ഇതിനൊക്കെ പഠിച്ചോളൂ മുസ്ലിമീങ്ങളെ. സ്വന്തം വീട് നന്നാക്കിക്കോളൂ മുസ്ലിമീങ്ങളെ. ഈ സിനിമയുടെ തമ്മാടിത്തരം, ഈ വസ്ത്രാക്ഷേപത്തിന്റെ തമ്മാടിത്തരം അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ. മൊബൈലിൽ ക്യാമറ ഘടിപ്പിച്ചത് ജൂതന്മാരാവുന്നു. എന്തിനാ ക്യാമറ ഘടിപ്പിച്ചത്? എന്തിനാ മൊബൈലിൽ ജൂതന്മാർ ക്യാമറ ഘടിപ്പിച്ചത്? എന്തിനാ? നിങ്ങൾക്ക് വയല് കേൾക്കുമ്പോൾ വയൽ ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയല്ല. കുറേ മുസ്ലിമീങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും അറബ് നാട്ടിലൊക്കെ ഉണ്ട്. അവർക്ക് വയൽ പിടിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ക്യാമറയും ഈ വീഡിയോ ഒക്കെ ഇതിനുള്ളിൽ ഇതൊക്കെ തമ്മാടിത്തരത്തിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രചാരത്തിലുള്ള മൊബൈൽ നോക്കിയ ലോകത്തെ പച്ച ജൂത കമ്പനിയാകുന്നു. ഏറ്റവും സൗകര്യമുള്ള മൊബൈൽ നോക്കിയാണ്. ഏറ്റവും വലിയ പച്ച ജൂതന്മാർ നോക്കിയ. വയറിൽ പിടിക്കാൻ വേണ്ടി ചില ആളുകൾ ഇങ്ങനെ ചുരറ്റമേൽ പാമ്പ് എണീറ്റിക്കും പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതൊക്കെ ജൂതൻ്റെതായി. ഇതൊക്കെ ജൂതൻ, പച്ച ജൂതനാണ്. ഇവിടെയൊക്കെ ഓരോരുത്തരും ഇന്നി ഞാൻ കാണുന്നുണ്ട് കുറെ ആളുകളെ തല എങ്ങനെ പൊക്കി കാണിക്കണം. ഇത് മുഴുവൻ ജൂതന്മാരാണ്. എന്തിനാ ഇതിലൊക്കെ ക്യാമറ ഘടിപ്പിച്ചത്? പെണ്ണുങ്ങളെ ഔറത്ത് ക്യാച്ച് ചെയ്യാൻ. കളിയിലും കളിക്കളങ്ങളിലും ബസ്സിലും ബസ് സ്റ്റാൻഡിലും തീവണ്ടിയിലും കാണുന്ന സൗന്ദര്യമൊക്കെ ചെറുപ്പക്കാർക്ക് ക്യാച്ച് ചെയ്തിട്ട് അതിൻ്റെ പിന്നാലെ അല്ലത് യദൂറുബൈന അഫ്ഹാദിൻ നിസാ ആക്കിയിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ നടത്താൻ വേണ്ടിയിട്ടാണ് ജൂതന്മാർ ഈ കളി കളിച്ചത്. ഇതിവിടെ നടന്നാലാണ് ആര് വരിക? അവരുടെ നേതാവായ ആര് വരിക? ദജ്ജാൽ വരിക. ദജ്ജാലിന് അവസരം ഒരുക്കി കൊടുക്കണോ മാപ്പിളാരെ? ഇന്ന് നമ്മൾ ദജ്ജാലിന് അവസരം ഒരുക്കി കൊടുക്കുന്നവരാവണോ മാപ്പിളാരെ? ഇത് ചിന്തിക്കും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ലോകം തകർന്നു പോയാൽ നന്നാക്കാൻ ഇറങ്ങുന്നവരെ സ്വന്തം കുടുംബത്തെയും നാട്ടിനെയും നന്നാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കുക. നമ്മളെ നേതാക്കൾ ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്താണ്, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് കുടുംബമാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിൻ്റെ കീഴിൽ ഉറച്ചു നിൽക്കുക. പടച്ചോൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ആ നേതൃത്വത്തിൻ്റെ കീഴിൽ യാതൊരു പ്രയാസമില്ലാതെ നിലനിൽക്കുക. ആർക്കും എന്തുകൊണ്ട് ഒരു പ്രയാസമില്ലാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയും. രാത്രി നട്ടപ്പാതിരക്ക് 2 മണി 3 മണിക്കാണ് എൻ്റെ ജീവിതത്തിലെ മിക്കവാറും ദിവസം കേരളത്തിലെ വിവിധങ്ങളായ നാടുകളിലൂടെ ഞാൻ ഓടിപ്പോരുന്നത്. എല്ലാ രാത്രിയിലും എവിടുന്നെങ്കിലും ഒരു പോലീസ് കൈ കാണിച്ചാൽ പറയും ഇത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കീഴിലുള്ള ഒരു ഖുർആനിക മിഷൻ്റെ പ്രവർത്തകനാണ്, ഞാൻ ഒരാളാണ് എന്ന് ഇറങ്ങി പറഞ്ഞാൽ ഇന്ന് വരെ 2ാമത്തെ ഒരു മിനിറ്റിൽ ഒരു പോലീസുകാരൻ തടഞ്ഞു വെച്ചിട്ടില്ല. ഇങ്ങനെ പറയാനൊരു നേതൃത്വം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഇജ്ജത്താണ്.
അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ കഴിഞ്ഞ ആഴ്ച കാഞ്ഞങ്ങാട് വെച്ച് പ്രശ്നം ഉണ്ടായ സമയത്ത്, വളരെ പ്രയാസകരമായ ഒരു സമയത്ത്, വളരെ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഡിസംബർ 5 രാത്രി എന്ന് പറയുമ്പോൾ അറിയാലോ, പിറ്റേന്ന് നേരം വെളുത്താൽ എന്താ ഡിസംബർ. ഭയങ്കര പ്രൊട്ടക്ഷൻ നാട്ടിലാകുള്ള ദിവസം പോലീസുകാർ വണ്ടി തടഞ്ഞപ്പോൾ നേരെ ഡ്രൈവർ ഇറങ്ങി പറഞ്ഞു ഇന്ന ആളാണ്. പിന്നെ ഒരു മിനിറ്റ് അവർക്ക് വണ്ടി പരിശോധിക്കുക പോലും വേണ്ട. ഇന്ന് വരെ രണ്ടാമത്തെ ഒരു മിനിറ്റ് ഒരു വണ്ടി തടഞ്ഞിട്ടിട്ടില്ല. അള്ളാഹു ഈ ഇസ്സത്ത് നിലനിർത്തട്ടെ. എന്തുകൊണ്ട്? നമ്മൾ സമസ്തയുടെ പ്രവർത്തകനാണ്, പാണക്കാട്ട് കുടുംബത്തിന്റെ പിൻഗാമിയാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒരു പോലീസുകാരന് നമ്മളൊരു രണ്ടാമത്തെ ഒരു വാക്ക് പറയേണ്ടതില്ല. അത് നമ്മുടെ നേതൃത്വത്തിന്റെ മഹത്വമാണ്. അത് ഈ മഹാനെ പോലെയുള്ള മഹാന്മാരുണ്ടാക്കിയ മഹത്വമാണ്. പടച്ചോൻ അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹുമ്മ ഇതിവിടെ നിലനിൽക്കണമെങ്കിൽ ഇതിന്റെ പിന്നാലെ പ്രവർത്തിക്കണം. മനസ്സിലായില്ലേ? തോന്നിയതിന്റെ പിന്നാലെ പോകരുത്. മനസ്സിലായില്ലേ പറഞ്ഞത്? തോന്നിയതിന്റെ പിന്നാലെ പോയാൽ തകർന്നു പോകും. ഇവിടെ സമസ്ത എന്ന ഒരു നേതൃത്വവും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് കുടുംബം നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ സാമൂഹിക നേതൃത്വവും ഉണ്ട്. അത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് തോന്നിയത് പറയാനാണ് എൻ്റെ വയറിൽ, പറ്റൂലെങ്കിൽ ഇനി വിളിക്കണ്ട, ഇത് പറയണം എൻ്റെ വയറിൽ. നിങ്ങൾക്ക് തോന്നിയത് പറയാനല്ല എൻ്റെ വയറിൽ, എനിക്ക് തോന്നിയത് പറയാനാണ്. ഇവിടെ രണ്ട് നേതൃത്വമുണ്ട്. പറ്റുന്നവരുണ്ടാകാം, പറ്റാത്തവരുണ്ടാകാം. അതൊന്നും എനിക്ക് പറ്റുന്ന വിഷയമല്ല. ഇവിടെ രണ്ട് നേതൃത്വമുണ്ട്. അത് ഒന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്, ഒന്ന് പാണക്കാട് കുടുംബം നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ സാമൂഹിക നേതൃത്വമാണ്. അത് മുസ്ലിം ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടിയുള്ള സരണിയാണ്. അള്ളാഹു അതിനെ ശക്തമായി, അള്ളാഹു അത് ഉറച്ച് മുന്നോട്ട് പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. അതിന് ശക്തി പകരേണ്ടത് കാലഘട്ടത്തിന്റെ ബാധ്യതയാണ്. ഓരോ കാലഘട്ടത്തിലും ദ്വഅഫ് വരുമ്പോൾ പരമാവധി ഖുവ്വത്ത് കൊടുക്കണം. ആ ഖുവ്വത്തിന്റെ മുകളിൽ അള്ളാഹിന്റെ ഖുവ്വത്തും വരും. എന്ന് ദ്വാർക്കണം. ഞങ്ങൾ ദുർബലരാൾ, പടച്ചോനെ ശക്തിപ്പെടുത്തണേ. അതിന് ശക്തിയുള്ള നേതൃത്വത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പാണക്കാട് മുറ്റത്ത് വന്നിട്ട് ഇന്നും കരയലടക്കുന്നില്ല. ഏതൊക്കെ അന്യ സമുദായക്കാർ വന്നാണ് കരഞ്ഞത്. മനുഷ്യന്മാരെ വല്ല തർക്കമുണ്ടോ? ഈ മനുഷ്യന്മാര് മഹാന്മാരാണെന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. എന്ന് വഫാത്തായോ അന്ന് തുടങ്ങിയതാണ് സിയാറത്ത്. ഇന്നും നട്ടപ്പാതിരക്ക് മുടങ്ങിയിട്ടില്ല. ലക്ഷറി ബസ് 3ഉം 4ഉം പാണക്കാട്ടെ ആ ഒരു റോഡ് സൈഡിൽ നിർത്തിടാത്ത ദിവസമല്ല. ഏതോ നാട്ടിൽ നിന്ന് വരിക, ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരികയാണ് ഈ മഹാനായ മനുഷ്യനെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി. അൻവർ ഇബ്രാഹിം വരാൻ വേണ്ടി ഒരുങ്ങി. അൻവർ ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട പല ആളുകളും മലേഷ്യയിൽ നമ്മുടെ ചില പ്രവർത്തകന്മാരുണ്ട്. അയാൾ വഴി പാണക്കാട്ട് അറിയിച്ചു. ബഹുമാനപ്പെട്ട മുനവർ ശിഹാബുടങ്ങൾ മലേഷ്യയിൽ യൂണിവേഴ്സിറ്റിയിൽ തങ്ങളുടെ താല്പര്യപ്രകാരം പഠിച്ചിട്ടുണ്ട്. അൻവർ ഇബ്രാഹിം പ്രതിപക്ഷ നേതാവാണ് മലേഷ്യയിലെ. അയാൾക്ക് കേരളത്തിൽ വരണം. ഞാനും മുനവർ ശിഹാബുടങ്ങളുമാണ് ചില ബന്ധങ്ങൾ കാരണം അതുമായി ബന്ധപ്പെട്ടത്. ഞങ്ങൾ തിരിച്ച് മെസ്സേജ് അയച്ചു. ഇപ്പോൾ വേണ്ട, ജനുവരിയിൽ വന്നാൽ ജാമിഅയുടെ സമ്മേളനം ഉണ്ട്. നിങ്ങളപ്പോഴത്തെ ഒരു ലോക നേതാവ് വരുമ്പോൾ റമളാൻ കഴിഞ്ഞ ഉടനെ വന്നാൽ ഒരു വലിയ സമ്മേളനം ഉണ്ടാക്കാൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ ജനുവരി വരെ നിങ്ങളുടെ യാത്രയൊന്ന് നീട്ടിവെച്ചാൽ നിങ്ങളെ ആദരിച്ചുകൊണ്ട് സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കാൻ കഴിയും. നമ്മളെ അതിപ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ യാത്ര നീട്ടിവെക്കണമെന്ന് ഞങ്ങൾ മെസ്സേജ് അയച്ചു. മലേഷ്യൻ പ്രതിപക്ഷ നേതാവും അവിടുത്തെ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന ലോകത്തെ ശ്രദ്ധാപാത്രമായ ലോകത്തെ ഇസ്ലാമിക് എക്കണോമിക്സിൽ 7 ശാസ്ത്രചിന്തകന്മാരിൽ ഒരാളായ ഡോക്ടർ അൻവർ ഇബ്രാഹിം, അയാൾ തിരിച്ച് മെസ്സേജ് വീണ്ടും പിറ്റേന്ന് നെറ്റ് വഴി മെസ്സേജ് കൈമാറി. ജനുവരി വരെ കാത്തിരിക്കാം, പക്ഷേ അതിൻ്റെ മുമ്പ് മരിച്ചു പോയാലോ ആ മഹാനെ എനിക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് ജനുവരിയിൽ വരണോ വേണ്ടതെന്ന് പിന്നെ തീരുമാനിക്കാം. എനിക്ക് വന്നേ മതിയാകും. അതിനു വേണ്ടി മാത്രം വന്നു. നേരെ എയർപോർട്ടിൽ എന്താണ് നിങ്ങൾ വരുമ്പോൾ പറയേണ്ടതെന്ന് ഞങ്ങൾ ചോദിച്ചു. ഞാനും മുനവർ ശിഹാബുടങ്ങളും PV അബ്ദുൽ വഹാബ് MP അടക്കം കാലിക്കറ്റ് എയർപോർട്ടിൽ കാത്തു നിൽക്കുമ്പോൾ മെസ്സേജ് കൊടുത്തു. എന്താണ് പറയേണ്ടത്? അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മാത്രം വരികയാണ്. വന്നു, ലോഡ്ജിൽ താമസിച്ചു. പിറ്റേന്ന് രാവിലെ തങ്ങളെ സിയാറത്ത് ചെയ്തു. അന്ന് വൈകുന്നേരം മടങ്ങിപ്പോകാൻ ഫ്ലൈറ്റ് കിട്ടാത്തിട്ട് മലേഷ്യൻ ഉപപ്രധാനമന്ത്രി തീവണ്ടിക്കാണ് തിരുവനന്തപുരത്ത് പോയത്. അത്ര കഷ്ടപ്പെട്ടു. അത് അയാളുടെ ജീവിതത്തിൽ പക്ഷെ ആദ്യത്തെ അനുഭവമാവാം. അങ്ങനെയുള്ള ലോക VIP-മാരിൽ ഒരാൾ ഇവിടുന്ന് ലോക്കൽ വണ്ടിക്ക് അന്ന് റിസർവേഷൻ കിട്ടിയില്ല. പെട്ടെന്ന്, കാരണം വലിയ തിരക്കുണ്ടാവും കിട്ടിയില്ല, റിസർവേഷൻ കിട്ടിയില്ല. അയാൾ ലോക്കൽ വണ്ടിയിൽ തൂങ്ങിപ്പിടിച്ചു പോയി. എന്നിട്ടും എന്തിനു വന്നു? തങ്ങളും അപ്പനെ സിയാറത്തിന് വന്നു.
ഇതാണ് നമ്മൾ നേതാവ്. ഇത് മറക്കരുത്. ഈ വാക്ക്, ഈ ഭാഷ നമ്മൾ മറക്കരുത്. ലോകത്ത് ഏത് നാട്ടിൽ നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ കേരളക്കാരാണ്, ഞങ്ങൾ മുഹമ്മദ് ഷിഹാബിൻ്റെ അനുയായികളാണ്, ഞങ്ങൾ സമസ്തയുടെ ആളുകളാണ്, മുഹമ്മദ് ഷിഹാബിൻ്റെ അനുയായികളാണെന്ന് പറഞ്ഞാൽ ആരെ മുന്നിലും പറയാം, എവൻ്റെ മുന്നിലും പറയാം. ഈ ഇസ്സത്ത് ഇവിടെ നിലനിർത്തി തരട്ടെ. വേറെ ആരെങ്കിലും പേര് പറഞ്ഞാൽ നമ്മൾ അടുത്ത എത്രാമത്തെ നമ്പറാന്ന് മറിച്ച് നോക്കും. അതാണ് പ്രശ്നം. അങ്ങനെയാണ്. ഇന്ന ആളുടെ അനുയായിയാണെന്ന് പറഞ്ഞാൽ വേറെ ആരെ പറഞ്ഞാലും എത്രാമത്തെ നമ്പറാന്ന് മറിച്ച് നോക്കിയിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ലോക നേതൃത്വത്തിലേക്ക് നമ്മുടെ ഒരു കേരളത്തിൻ്റെ സംഭാവനയാണ്. ഈ നേതൃത്വത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ചെറുപ്പക്കാർ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും സമസ്തയുടെ കൂടെയും പാണക്കാട് സയ്യിദ് കുടുംബത്തിൻ്റെയും കൂടെ നിലനിൽക്കാൻ അക്ഷീണം അധ്വാനിക്കണം. എല്ലാ ജനവിഭാഗങ്ങളോടും ഐക്യത്തിൽ പെരുമാറുകയും നാട്ടിലെ സാമൂഹിക അന്തരീക്ഷം സമാധാനത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി യത്നിക്കുകയും വേണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا وحبيبنا محمد. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا وأعداءك أعداء الدين وأعل كلمتك إلى يوم الدين. اللهم بدد شملهم وفرق جمعهم وفل حدهم وأقلل عددهم واجعل الدائرة عليهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم ونسألك يا الله إنا ضعفاء فقبنا يا إنا ضعفاء فقبنا يا الله إنا ضعفاء فقبنا يا الله. نسألك يا الله بأنك أنت الله لا إله إلا الله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم يسر عسيرنا وعسير جميع المسلمين وسهل أمورنا وأمورهم وفرج كروبنا وكروبهم واكشف همومنا وهمومهم وأد ديوننا وديونهم واشف أمراضنا وأمراضهم الظاهرية والباطنية والجسمانية والروحانية شفاء تاما لا يغادر سقما ولا ألما. واحفظنا واحفظ رؤساءنا واحفظ علماءنا واحفظ ساداتنا من سحر الساحرين. اللهم احفظنا من سحر الساحرين ومن عين العائنين ومن فساد المفسدين ومن حسد الحاسدين ومن كبر المتكبرين ومن فتنة المفتنين ومن فساد المفسدين ومن كل شيطان وهامة ومن كل عين لامة. പഠിച്ചവനെ ഞങ്ങൾ നേതാക്കൾ പാവപ്പെട്ടവരായ വൃദ്ധന്മാരാണ് പഠിച്ചവരെ. അവർക്ക് ദീർഘായുസ് കൊടുക്കണം തമ്പുരാനെ. ഞങ്ങളെ കാളമ്പാട് ഉസ്താദ്, ഒന്നരായ ചെറുശ്ശേരി ഉസ്താദ്, ഒന്നരായ പി ഉസ്താദ് പാർന്നൂർ, അവരൊക്കെ ബഹുമാനപ്പെട്ട മഹാന്മാർ. ഈ മഹാന്മാരൊക്കെ പഠിച്ചവനെ രോഗികളാണ്. നീ ശിഫ നൽകണമേ പഠിച്ചവനെ. രോഗികളാണ്, ശിഫ നൽകണമേ റബ്ബേ. നീ ശിഫ നൽകണമേ പഠിച്ചോനെ. നീ ശിഫ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ ക്യാൻസറിനെ തൊട്ട് കാക്കണമേ റബ്ബേ. അള്ളാഹുവേ ചിരട്ടയുടെ കണ്ണുപോലെ കുറച്ച് മനുഷ്യന്മാരൂടെ ഇവിടെ വിവേകം പറഞ്ഞു തരാനും അങ്ങനെ പറയരുത് മോനെ, ഇങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഓരോ സദസ്സിൽ കാണുമ്പോഴും അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞോളൂ തിരുത്തിത്തരാൻ കുറച്ച് വയസ്സന്മാരിവിടെ ബാക്കിയുണ്ട് പഠിച്ചോനെ. അവർക്ക് ആപത്ത് പറ്റിപ്പോകരുതേ റബ്ബേ. അവരുടെ സ്ഥാനത്തേക്ക് വിവേകികൾ വരുന്നത് വരെ അവർക്ക് ഖൈറിൻ്റെ ദീർഘായുസ് കൊടുക്കണമേ പഠിച്ചോനെ. പിന്നെ ഈ ഖൈറാകുന്ന നേരത്ത് ഈമാനോടുള്ള വഫാത്ത് അവർക്കും ഞങ്ങൾക്കും നൽകണമേ പഠിച്ചോനെ. അള്ളാഹുവേ, ഇവിടെ ഇന്നലെ വരെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഇന്ന് ഈ സാഹത്ത് വരെ സന്തോഷിച്ചാണ് കഴിഞ്ഞുകൂടിയത്. അവരെ തെറ്റിക്കാൻ വേണ്ടി, ഈ സമുദായത്തിൽ തെറ്റിക്കാൻ വേണ്ടി കുറെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കുറെ അവിവേകികളും അവർക്ക് ആക്കം കൂട്ടുന്ന കുറച്ച് പത്രക്കാരും ഇറങ്ങി നടക്കുന്നുണ്ട് പഠിച്ചോനെ. ഇതൊന്നും ഇല്ലാതെയാക്കണമേ റബ്ബേ. ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കണം. ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസമൊന്നുമില്ല. നീ റഹ്മാനാണല്ലോ. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കൊടുക്കുന്ന റബ്ബേ. നിന്റെ ആ റഹ്മാനിയത്ത് ഇവിടെ കാണണം പഠിച്ചോനെ. അതിന് നീ അവസരം ഒരുക്കി തരണമേ റബ്ബേ. ഇരുട്ടിന്റെ മറവിൽ വർഗീയതയുടെ നോട്ടീസ് ഒട്ടിക്കുന്നവരെ നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടണം പഠിച്ചോനെ. അവർ നാട്ടിനൊരു ഷാഹബായി തീരരുത് പഠിച്ചോനെ. അതിൻ്റെ പേരിൽ പെൺകുട്ടികളുടെ മാനം നശിപ്പിക്കപ്പെടരുത് റബ്ബേ. അതിൻ്റെ പേരിൽ കടകമ്പോളങ്ങൾ കൊള്ളയടിക്കപ്പെടരുത് പഠിച്ചോനെ. ഇനി ഒരു കടയും കമ്പോളവും കൊള്ളയടിക്കപ്പെടരുത് പഠിച്ചോനെ. ഇനി ഒരു പെൺകുട്ടിയുടെ മാനം പോകരുത് പഠിച്ചോനെ. ഇരുട്ടിന്റെ മറവിൽ ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി നോട്ടീസ് ഒട്ടിക്കുന്നവനെ പരാജയപ്പെടുത്തണം പഠിച്ചോനെ. അവനെ പരാജയപ്പെടുത്തണം റബ്ബേ. സമുദായത്തിൽ ഐക്യത്തിന്റെ കാഹളം മൂടിയ
എല്ലാ മതവിഭാഗങ്ങളെയും നോക്കിക്കണ്ടൊരു മനുഷ്യനാണ് ഈ കിടക്കുന്നത്. പഠിച്ചവന് ആ ഹളറത്തുള്ള ഈ ദുആ കേൾക്കണമേ റബ്ബേ. സഹിഷ്ണുതയിൽ മാത്രമേ ദീനിന് നിലനിൽപ്പുള്ളൂ റബ്ബേ. അല്ലാഹുമ്മ അൻതിസ്സലാം വമിൻകസ്സലാം. ആ സലാം ഇവിടെ നിലനിർത്തി തരണമേ റബ്ബേ. ഞങ്ങളെ കൂട്ടത്തിലെ അവിവേകികൾ പഠിച്ചവനെ, സമുദായത്തിന് വിനവരുത്തി വെക്കുന്ന ആ വിവേകികൾക്ക് പാഠം കൊടുക്കണം പഠിച്ചവനെ. നല്ല മനസ്സ് കൊടുക്കണം പഠിച്ചവനെ. മറ്റു വിഭാഗങ്ങൾക്കും നല്ല മനസ്സ് കൊടുക്കണമേ റബ്ബേ. ഹിന്ദുക്കളായ ചെറുപ്പക്കാർക്കും നല്ല ബോധം കൊടുക്കണമേ റബ്ബേ. ഈ മാപ്പിളമാരും മുസ്ലിമീങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ നാട് വിട്ട് കയറി വന്നതല്ല, ആയിരക്കണക്കായ കൊല്ലങ്ങളായി സഹകരിച്ച് ജീവിക്കുന്നവരാണ്. അതാണ് സത്യവും നീതിയുമെന്ന് പറയാൻ ഹൈന്ദവ സന്യാസിമാർക്ക് നല്ല മനസ്സ് കൊടുത്ത് ആ യുവാക്കളും ആ മാർഗത്തിലാക്കണമേ റബ്ബേ. സഹിഷ്ണുതയുടെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നാട്ടിൽ നടക്കണം പഠിച്ചോനെ. മുറി കൂടിപ്പോയിട്ട് നാട് വ്രണം കൂടി രണ്ടായി പോയി തകർന്നു പോകരുത് പഠിച്ചവനെ. അള്ളാഹുവേ, ഇതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന കശ്മലന്മാരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളെ ഒന്നാക്കി തരണമേ റബ്ബേ. ഞങ്ങളെ രാജ്യം ഞങ്ങളുടേതാണ്. ഈ ഇന്ത്യ ഞങ്ങളെ മണ്ണാണ്, ഞങ്ങളെ ബാപ്പമാരെ മണ്ണാണ്. എല്ലാവർക്കും ഈ മണ്ണിൽ ജീവിച്ച് മരിക്കണം. ഇതിനിവിടെ സന്തോഷവും ഐക്യവും നിലനിൽക്കണം. അതിന് ലക്ഷക്കണക്കായ കോടിക്കണക്കായ ഹൈന്ദവ സഹോദരങ്ങൾ ഇന്നും നല്ലവരാണ്. ഈ ഒരു ഐക്യ നന്മ നിലനിർത്തി തരണമേ തമ്പുരാനെ. ഈ സഹോദര്യം നിലനിർത്തി തരണമേ റബ്ബേ. അല്ലാഹുവേ, സമുദായത്തിൻ്റെ ഉള്ളിലും ഐക്യമുണ്ടാക്കണമേ റബ്ബേ. ഐക്യം 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 എന്ന് പ്രസംഗിക്കുകയും അനൈക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ പോരാ, ഐക്യം തന്നെയാകണം പഠിച്ചവനെ. ഇവിടെ കേരളത്തിന്റെ നേതൃത്വം പാണക്കാട് സയ്യിദ് കുടുംബമാണ്. അതെല്ലാവരും അംഗീകരിക്കുന്ന പരമാർത്ഥമാണ്. ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങനെ ഒരു മഹാൻ ആദരിക്കപ്പെട്ടിട്ടില്ല, മുഹമ്മദ് അലി ശിഹാബ് എന്ന വലിയ മനുഷ്യനെ പോലെ. പഠിച്ചവനെ, അതിന് കാരണം എല്ലാവർക്കും നേതാവ് ആണ് ആ കുടുംബത്തിലെ കാരണവർ. ഇന്ന് ആ കാരണവർ ഞങ്ങളെ കരളിൻ്റെ കരളായ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കണമേ റബ്ബേ. അവിടുത്തെ നേതൃത്വം എല്ലാവരും അംഗീകരിക്കണം പഠിച്ചവനെ. അവിടുത്തെ നേതൃത്വം എല്ലാവരും അംഗീകരിക്കണമേ റബ്ബേ. മിണ്ടണ്ട മിണ്ടരുത് എന്ന് പറയാൻ അവരെ കൽപ്പനാധികാരം എല്ലാവർക്കും ഉണ്ടാകണമേ റബ്ബേ. ആ തണലിൽ ഞങ്ങളെ നിലനിർത്തി തരണമേ പഠിച്ചവനെ. ഇവിടെ ദീനുള്ള ആലിമീങ്ങൾക്ക് ഇസ്സത്തും ആർജവവും കൊടുക്കണമേ പഠിച്ചവനെ. പെൺകുട്ടികളൊക്കെ ദീനുള്ളവരാകണമേ റബ്ബേ. യഹൂദിയത്തിന്റെ തെമ്മാടിത്തരമുള്ള ഫളീഹത്തിന്റെ ചിത്രങ്ങൾ കണ്ടിട്ട് അവസാനം ഹയാവ് പോയിട്ട് കുഫറിനെ വരിക്കുന്ന അവസ്ഥയെ തൊട്ട് പെൺകുട്ടികളെ കാക്കണമേ തമ്പുരാനെ. വീടിനെ ശുദ്ധീകരിക്കാൻ രക്ഷകർത്താക്കൾക്ക് ബോധം കൊടുക്കണം പഠിച്ചവനെ. പാപ്പമാർക്ക് ബോധം കൊടുക്കണമേ പഠിച്ചവനെ. ഞങ്ങളെ നീ കാക്കണമേ റബ്ബേ. ക്യാൻസറിനെ തൊട്ട് ശിഫ നൽകണമേ റബ്ബേ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട്, ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് നേർച്ചയാക്കിയിട്ടുണ്ട്, ഒരുപാട് ദുആ വസിയത്തും ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരെയൊക്കെ ഉള്ളറിയുന്നത് നീയാണ് റബ്ബേ. ഈ സാധുവിന് ആവശ്യമുണ്ട്, ഇവർക്കൊക്കെ ആവശ്യമുണ്ട്, ഞങ്ങളൊക്കെ ആവശ്യക്കാരാണ് പഠിച്ചവനെ. നിന്റെ റഹ്മത്ത് ഞങ്ങളെ മേൽ ചൊരിഞ്ഞു തരണമേ റബ്ബേ. ആ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഏതോ നാട്ടുകാരാകാം, അവർക്കൊക്കെ നന്മ കൊടുക്കണമേ റബ്ബേ. എല്ലാരെയും കാക്കണമേ റബ്ബേ. വായുവിൽ സഞ്ചരിക്കുമ്പോഴും വെള്ളത്തിലും കരയിലും സഞ്ചരിക്കുമ്പോഴും ഞങ്ങളെ കാക്കണം പഠിച്ചവനെ. രക്ഷപ്പെടുത്തണമേ പഠിച്ചവനെ. അല്ലാഹുവേ, ഭരണാധികാരികൾ ഭരണീയരോട് കരുണയുള്ളവരാകണമേ റബ്ബേ. എന്തോ ഒരു അവസ്ഥയാണ്, മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേ, അരിയും പലവ്യഞ്ജനങ്ങൾക്കും വില കൂടി. ഇത് മനുഷ്യത്ര വലിയൊരു ആപത്താണ്. സമൂഹത്തിലെ 70-75% വരുന്ന സാധാരണക്കാർക്ക് കൂലിപ്പണിക്ക് പോകാനും വയ്യ, മുതലാളി ആയിട്ടുമില്ല, പലവ്യഞ്ജനം പോലും വാങ്ങാനുള്ള പണവും തികയില്ല. അവസാനം മോഷ്ടിക്കേണ്ടി വരൂലേ മാന്യന്മാർ? ഇത് തടഞ്ഞു നിർത്താൻ ഭരണാധികാരികൾക്ക് സ്വബോധം കൊടുക്കണമേ റബ്ബേ. ഒരു ഭരണാധികാരി ഒരു രാജ്യത്ത് ചെയ്യേണ്ടത് ജനങ്ങളുടെ ഭക്ഷണത്തിൻ്റെ നിലവാരം നല്ല നിലയിലാക്കുക, ജനങ്ങൾക്ക് സുരക്ഷിതത്വവും ആരോഗ്യവും നൽകാൻ, ജനങ്ങളെ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിക്കുക. ഇതാണ് ഭരണകൂടത്തിന് അതിൻ്റെ കഴിവും ബാധ്യതയും. ഇത് ചെയ്യാത്തവർ എന്തു ഭരണമാണ്? അവർക്കൊക്കെ നല്ല ബോധം കൊടുക്കണമേ റബ്ബേ. ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ട വെള്ളക്കുപ്പായക്കാരല്ല ഞങ്ങൾ. പക്ഷേ ആര് ഭരിച്ചാലും റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് തടഞ്ഞു പോകരുത് പഠിച്ചവനെ. മനുഷ്യന്മാർക്ക് ഇവിടെ നല്ല ജീവിക്കാനുള്ള അവസ്ഥ ഒരുങ്ങണമേ റബ്ബേ. പരസ്പരം പാരവെക്കുകയും ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് റബ്ബേ. എല്ലാ വർഗീയതയും അടിച്ചൊടിക്കാനുള്ള കരുത്ത് ഭരണാധികാരികൾക്ക്
കൊടുക്കണമേ റബ്ബേ. അതിൻ്റെ ഒരു പ്രത്യേക സമുദായത്തെ മാത്രം കരുതി കൂട്ടിയിട്ട് പേരടിച്ച് താറടിക്കുക. ലവ് എന്ന പേര് എല്ലാ നാട്ടിലും, സ്നേഹം പ്രേമം എന്നൊക്കെയുള്ള പണി എല്ലാ സമുദായത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും ജിഹാദ് എന്ന പേര് കൊടുത്തിട്ട് ഒരു സമുദായത്തെ മാത്രം താറടിക്കുക. ഇതൊക്കെ ചെയ്യുന്ന കുബുദ്ധി ഉണ്ടെങ്കിൽ അവനെ നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. അവർക്കൊക്കെ നല്ല ബോധം കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവേ, തൊഴിലാളികളുടെ തൊഴിലിലും ചെറുപ്പക്കാരുടെ ആരോഗ്യത്തിലും ധനാഢ്യരുടെ ധനത്തിലും അള്ളാഹുവേ, കൃഷിക്കാരുടെ കൃഷിയിലും കച്ചവടക്കാരുടെ കച്ചവടത്തിലും ഉൽപ്പന്നത്തിലും വിളവിലും വെള്ളത്തിലും കാലാവസ്ഥയിലും നീ റഹ്മത്ത് ചൊരിഞ്ഞു തരണമേ തമ്പുരാനെ. എല്ലാവർക്കും റഹ്മത്തുണ്ടാകണമേ റബ്ബേ. ഒരു നല്ല കാര്യം, ഒരു എത്രയോ 10,000-കണക്കിന് നന്മ ഇവിടെ നടന്നു പോകുന്നു. 100-കണക്കിന് സ്ഥാപനങ്ങൾ ഈ മലബാറിൽ നടന്നു പോകുന്നു. എന്നിട്ട് എടുക്കട ഒരു 10,000 എന്ന് പറഞ്ഞാൽ 25,000 കൊണ്ടുപോയിക്കോളൂ ഉസ്താദേ എന്ന് പറയുന്ന ഒരുപാട് കച്ചവടക്കാർ ഈ നാട്ടിലുണ്ട്. അവരെ കച്ചവടം നഷ്ടത്തിലായി പോകരുത് പഠിച്ചവനെ. എല്ലാ ഖൈറും ഇവിടെ നിലനിൽക്കണമേ തമ്പുരാനെ. എല്ലാ കച്ചവടക്കാരും ഗൾഫുകാരും ഈ സ്ഥാപനങ്ങളൊക്കെ നിലനിർത്തുന്നതിൽ ചെയ്യുന്ന പങ്ക് നിസ്തുല്യമാണ്. അവർക്കൊരാപത്ത് വന്നു പോകരുത് റബ്ബേ. അള്ളാഹുവെ, തൊഴിലിന് പോയിട്ട് മയ്യത്ത് മടക്കി എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകരുത് റബ്ബേ. നീ കാക്കണം തമ്പുരാനെ, നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. നിന്റെ നിഅമത്ത് ചുരിഞ്ഞു തരണമേ റബ്ബേ. ഞങ്ങളുടെ എല്ലാവർക്കും റാഹത്ത് കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ ആൺകുട്ടികളും പെൺകുട്ടികളും അനുസരണമുള്ളവരാവണമേ റബ്ബേ. അച്ചടക്കമുള്ളവരാകണമേ റബ്ബേ. ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമേ റബ്ബേ. ആലിമീങ്ങൾക്ക് ആർജവം കൊടുക്കുകയും സത്യം തുറന്നു പറയുന്ന ധീരത കൊടുക്കുകയും മനുഷ്യനെ മര്യാദക്ക് നിർത്താനുള്ള ബോധം കൊടുക്കുകയും ചെയ്യണമേ തമ്പുരാനെ. ഉമറാക്കളും ചെറുപ്പക്കാരും കഴിഞ്ഞ തലമുറയിൽ ചെയ്തിരുന്നത് ഉലമാ സാദാത്യങ്ങൾക്ക് വഴിപ്പെടലാണ്. അതാണ് അദബ്. അദബില്ലാത്തവനാണ് യതീം. പഠിച്ചവനെ, അദബ് ഞങ്ങളെ നാട്ടിൽ നിലനിർത്തണമേ റബ്ബേ. അദബ് നിലനിർത്തണമേ തമ്പുരാനെ. ദീനിന്റെ ഉള്ളിൽ വഞ്ചന ചെയ്യാൻ നോക്കുന്ന ബിദ്അത്തിനെ പരാജയപ്പെടുത്തണമേ റബ്ബേ. ദീനിന്റെ ഉള്ളിൽ വഞ്ചന ചെയ്യാൻ നോക്കുന്ന മഹാന്മാരായ സാദാത്യങ്ങളെയും സൂഫിമാരെയും നിന്ദിക്കുന്ന ബിദ്അത്തിനെ പരാജയപ്പെടുത്തണമേ റബ്ബേ. സുന്നത്ത് ജമാഅത്തിന് വിജയം നൽകണമേ റബ്ബേ. ബിദ്അത്തിനെ പരാജയപ്പെടുത്തണം പഠിച്ചോനെ. ദീനിന്റെ വ്യാഖ്യാനങ്ങളിൽ ഖുർആന്റെയും ഹദീസിന്റെയും സത്യസരണിയിൽ വെള്ളം കൂട്ടാൻ നോക്കുന്നവരെ പരാജയപ്പെടുത്തണം പഠിച്ചവനെ. നീ സുന്നത്ത് ജമാഅത്തിന് വിജയം നൽകണമേ റബ്ബേ. അതിന്റെ അഹ്ലിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങളെ നാക്കിനും ഞങ്ങളെ വാക്കിനും ശബ്ദത്തിനും ഞങ്ങളെ ഒരുമക്കും ശക്തി തരണം റബ്ബേ. ഞങ്ങൾ ഒന്നാക്കണം പഠിച്ചവനെ. ഇനി ഒരു പിളർപ്പില്ലാതെ എല്ലാവരെയും കാക്കണമേ തമ്പുരാനെ. ഐക്യവും യശസ്സും നൽകണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ. കാലുവേദനക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉമറാക്കൾ പലരുമുണ്ട്. പല ജാതി വേദനയും സോക്കടുള്ളവരാണ്. അവരൊക്കെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ സമുദായത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഉലമാക്കളെ പോലെ പ്രധാനികളാണ് ഉമറാക്കൾ. അവർ നഷ്ടം വന്നു പോയാൽ ഞങ്ങൾക്ക് നഷ്ടം വന്നു പോകും. അവർക്കൊരാപത്തും വന്നു പോകരുത് പഠിച്ചോനെ. അവർക്കൊരാപത്തും വന്നു പോകരുത് റബ്ബേ. നീ കാക്കണമേ തമ്പുരാനെ. റബ്ബന പഠിച്ചോനെ, ഈ ഉലമായിലും സദാത്യങ്ങളുടെയും പിന്തുലമുറയായ ഒരു ധീരന്മാർ ഈ സദസ്സിന്ന് നാളെ എണീക്കാൻ മാത്രമുള്ളവരുണ്ടാകണം പഠിച്ചോനെ. ഈ ഇരിക്കുന്ന സദസ്സിൽ ഇനി ശംസുൽ ഉലമമാരും കണ്ണിയത്തുമാരും ബാഫക്കിമാരും പൂക്കോയന്മാരും ഈ സദസ്സിൽ ഉണ്ടാകണം പഠിച്ചോനെ. തൗഫീഖ് ചെയ്യണമേ റബ്ബേ. ഞങ്ങളെ മുൻഗാമികൾ ലോകത്തിന് മാതൃകയായതുപോലെ ഞങ്ങളെയും ഞങ്ങളെ പിൻഗാമികളെയും ആ കൂട്ടത്തിൽ പെടുത്തണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ ബിഫദ്ലിക